ദൈവവചന കേൾവിക്ക് വേണ്ടി വളരെ പ്രാർത്ഥനയോടെ കടന്നു വന്നിരിക്കുന്ന വളരെ ബഹുമാന്യരായ മാതാപിതാക്കൾ, സഹോദരി സഹോദരന്മാർ എല്ലാവർക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യമായ നാമത്തിലുള്ള സ്നേഹവും ക്രിസ്തീയ വന്ദനവും അറിയിക്കുന്നു. ഇന്നിത് 4ാമത്തെ മെസ്സേജാണ്. 3 സഭായോഗങ്ങളിൽ മെസ്സേജുകൾ പറയേണ്ടതായിട്ട് വന്നു. അത് കഴിഞ്ഞാണ് യാത്ര ചെയ്ത് ഇവിടെ വന്നത്. ഭയങ്കര ട്രാഫിക്കായിരുന്നെങ്കിലും നിങ്ങളുടെ സമയത്ത് വന്നു ചേരാൻ കർത്താവ് ഇടയാക്കി. ഈ രാത്രി തിരിച്ച് റാന്നി ചെന്നിട്ട് രാത്രി തന്നെ ബാംഗ്ലൂരിന് പോകണം. നാളെ പകലും വൈകിട്ടും, നാളെ കഴിഞ്ഞ് പകലും വൈകിട്ടും പാസ്റ്റർ എം.എ. വർഗീസിൻ്റെ സഭയിൽ ശുശ്രൂഷയുണ്ട്. അതുകൊണ്ട് തുടർമാനം യാത്രയാണ്. നിങ്ങളുടെ വലിയ പ്രാർത്ഥന ഞാൻ ചോദിക്കുന്നു. നമുക്ക് അല്പസമയം ദൈവത്തിൻ്റെ വചനത്തിൽ ധ്യാനിപ്പാനായി വേദപുസ്തകം കയ്യിലുള്ള എല്ലാവരും വേദപുസ്തകം തുറന്ന് ഇരമ്യ പ്രവാചകൻ്റെ പുസ്തകം 18-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ വാക്യം ചിന്തയ്ക്ക് ആധാരമായിട്ട് വായിക്കാം. ഇരമ്യ പ്രവാചകൻ്റെ പുസ്തകം 6-ാം അധ്യായം 18-ാം അധ്യായം 6-ാമത്തെ വാക്യം. കളിമണ്ണ് കുശവന്റെ കയ്യിൽ ഇരിക്കുന്നത് പോലെ നിങ്ങൾ എൻ്റെ കയ്യിൽ ഇരിക്കുന്നു. എല്ലാവരും എടുത്തല്ലോ. ഒരു പ്രാവശ്യം കൂടെ 6-ാമത്തെ വാക്യം വായിക്കുന്നു. ഇസ്രായേൽ ഗൃഹമേ, കളിമണ്ണ് കുശവന്റെ കയ്യിൽ ഇരിക്കുന്നത് പോലെ. അങ്ങനെയല്ലല്ലോ മോളെ. 6-ാമത്തെ വാക്യം തുടങ്ങുന്നത് ഇസ്രായേൽ ഗൃഹമേ, ഈ കുശവൻ ചെയ്തതുപോലെ എനിക്ക് നിങ്ങളോട് ചെയ്യുവാൻ. മോള പകുതി ഭാഗം വിട്ടിട്ടാ വായിച്ചത്. വായിച്ചു. ഇസ്രായേൽ ഗൃഹമേ, ഈ കുശവൻ ചെയ്തതുപോലെ എനിക്ക് നിങ്ങളോട് ചെയ്യുവാൻ കഴിയുകയില്ലയോ എന്ന് യഹോവയുടെ അരുളപ്പാട്. ഇസ്രായേൽ ഗൃഹമേ, കളിമണ്ണ് കുശവന്റെ കയ്യിൽ ഇരിക്കുന്നത് പോലെ നിങ്ങൾ എൻ്റെ കയ്യിൽ ഇരിക്കുന്നു. കളിമണ്ണ് കുശവന്റെ കയ്യിൽ ഇരിക്കുന്നത് പോലെ നിങ്ങൾ എൻ്റെ കയ്യിൽ ഇരിക്കുന്നു. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, കഴിഞ്ഞ 5 ദിവസമായി ഇവിടെ ജോൺസൺ ദാനിയേൽ ഉൾപ്പെടെ പി സി ചെറിയാൻ വരെ പ്രസംഗിച്ചതുകൊണ്ടുണ്ടായതല്ല. മണ്ണ് കൈക്കകത്ത് വെച്ച് തന്നെ തകർന്നു പോയി. കൈക്കകത്ത് വെച്ച് തന്നെ നമുക്ക് അങ്ങോട്ട് വിശ്വസിക്കാൻ ഒക്കാത്തൊരു കാര്യമാണ്. ഈ കുശവൻ എന്ന് പറഞ്ഞിരിക്കുന്നത് ഇഷ്ടനക്ഷമമായി ഈ മണ്ണിൻ്റെ മീതെ ഇങ്ങനെ ഇരിക്കുക. അങ്ങനെ 24 മണിക്കൂറും ആ കൈക്കകത്തിരിക്കുന്ന മണ്ണ് കൈക്കകത്തിരുന്നപ്പോൾ തന്നെ എന്തായിപ്പോയി? കേടായിപ്പോയി. പക്ഷേ കേടായതിനെ ദൈവം കളഞ്ഞില്ല. അതിനെ കർത്താവ് വീണ്ടും തൻ്റെ ഹൃദയത്തിൽ ബോധിച്ചതുപോലെ മറ്റൊരു പാത്രമായി പണിതെടുക്കുകയാണ്. ഇന്ന് രാത്രി ഞാൻ ഈ ദൂതിലേക്ക് പ്രവേശിക്കും മുമ്പേ ഒരു കാര്യം ഓർപ്പിക്കട്ടെ. തകർന്നു പോയ ചിലതിനെ വീണ്ടും പണിയുന്ന ദൈവം, പരിഹസിക്കപ്പെട്ട ചിലതിനെ വീണ്ടും പരിഗണിക്കുന്ന ദൈവം, അവഗണിച്ച ചിലതിനെ ഇന്ന് രാത്രി അംഗീകരിക്കുന്ന ദൈവം, തെറ്റിദ്ധരിച്ചവർ നിന്നെക്കുറിച്ച് പറഞ്ഞ വാക്കുകൾ ഓർത്ത് നാളെ പശ്ചാത്തപിക്കത്തക്ക നിലയിൽ നിന്റെ മുഖത്തെ ആദരിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് ഇന്ന് രാത്രി വിശ്വസിക്കാൻ കഴിയുമെങ്കിൽ ആ കരമൊന്നടിച്ച് ഒരു നിമിഷം ദൈവത്തെ സ്തുതിച്ചാരാധിക്കണം. ഹല്ലേലൂയ. അപമാനിച്ചവരുടെ, അവഗണിച്ചവരുടെ മുൻപിൽ മാനിച്ചുയർത്തുന്ന ഒരു വലിയ ദൈവം. ഹല്ലേലൂയ. ഈ അമേരിക്ക കണ്ടുപിടിച്ചത് കൊളംബസ് ആണെന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്, അല്ലേ? കൊളംബസ് ആ രാജ്യത്തേക്ക് പോയി കണ്ടുപിടിക്കുന്നതിന് തൊട്ടു മുമ്പ് പോയ യാത്രാ സംഘം യാത്ര ചെയ്ത് പോകവേ അറ്റ്ലാന്റിക്കിലെ ഒരു വലിയ പാറ, മറുവശം കാണാൻ കഴിയാത്തൊരു വലിയ പാറ കടലിൽ ഇങ്ങനെ പൊങ്ങി നിൽക്കുകയാണ്. ആ പാറയുടെ അടുത്ത് വരെ ഇവരുടെ പടക് ചെന്നപ്പോൾ പാറയിൽ എഴുതി വെച്ചിരിക്കുന്നത് ഇതിനപ്പുറത്തൊന്നുമില്ല, ഇതിനപ്പുറത്ത് ഒന്നുമില്ല. ഇത് വായിച്ചേച്ച് ആ കപ്പൽ യാത്രക്കാർ ദൂരോട്ട് പോകാതെ മടങ്ങി സ്പെയിനിൽ വന്ന് അന്ന് സ്പെയിൻ ഭരിക്കുന്ന രാജാവിനോട് പറഞ്ഞു അതിനപ്പുറത്തൊന്നും ഇല്ല. പക്ഷേ ഇത് കേട്ട കൊളംബസ് പറഞ്ഞു അതല്ല, അതിനപ്പുറത്തുണ്ട്. യാത്രക്കാർ മൊത്തം പേരും പറഞ്ഞു അതിനപ്പുറത്ത് ഇല്ല. അവിടെ എഴുതി വെച്ചേക്കുന്ന അതിനപ്പുറത്ത് ഇല്ല. പക്ഷെ ഒരാൾ പറഞ്ഞു അതിനപ്പുറത്ത് ഉണ്ട്. അപ്പോൾ രാജാവ് പ്രോത്സാഹിപ്പിച്ചു, എന്നാൽ നീ പോയി ഉള്ളത് കണ്ടുപിടിക്കാൻ പറഞ്ഞു.
അദ്ദേഹത്തിൻ്റെ കൂടെ രണ്ടാമത്തെ ഒരു സംഘം വീണ്ടും യാത്രയായി. അവരും ഈ പാറിൻ്റെ അവിടെ ചെന്നപ്പോൾ ഒന്നും കാണാനില്ല, ഇതിനപ്പുറത്തൊന്നും ഇല്ല. പക്ഷേ അദ്ദേഹം അതിനെ ഓവർടേക്ക് ചെയ്ത് വീണ്ടും മുൻപോട്ട് യാത്ര ചെയ്തു. ആ യാത്രയിൽ ഇവർ കൊണ്ടുപോയ സാധനങ്ങളെല്ലാം തീർന്നു. കപ്പലിൽ ഉപയോഗിക്കാൻ കൊണ്ടുപോയ മുഴുവൻ വസ്തുക്കളും തീർന്നു. ചിലരൊക്കെ രോഗികളായി, അവരുടെ എല്ലാം പ്രതീക്ഷ മങ്ങി, അവരെല്ലാം തിരിച്ചു പോകാൻ ആഗ്രഹിച്ചു. അപ്പോൾ അവരെല്ലാം പറഞ്ഞു, ഇനി മുന്നോട്ട് പോയിട്ട് കാര്യമില്ല, ഒന്നും കാണുന്നില്ല, ശൂന്യത മാത്രമേ ഉള്ളൂ, നമുക്ക് തിരിച്ചു പോകാം. ഉടനെ അദ്ദേഹം പറഞ്ഞു, ഞാൻ കര കണ്ടെന്ന് പറഞ്ഞു. ഞാൻ കര കണ്ടു. അവർ പറഞ്ഞു, അപ്പോൾ ഈ കുറേ ദീർഘമാസങ്ങളായിട്ട് ഈ വെള്ളത്തിൽ കൂടെ സഞ്ചരിച്ച് വെള്ളത്തിൻ്റെ ചുരുക്കൊക്കെ ഉണ്ടായിട്ട് മാനസിക നില തെറ്റിയിട്ട് അദ്ദേഹം എന്തെങ്കിലും പറയുവാന്ന് വിചാരിച്ച് അദ്ദേഹത്തെ ഇവർ കളിയാക്കി. ഉടനെ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ കളിയാക്കണ്ട, എനിക്ക് വട്ടൊന്നും പിടിച്ചിട്ടില്ല, ഞാൻ പറഞ്ഞത് സത്യമാണ്. നിങ്ങൾ നോക്കിക്കേ, ഇന്നലെ മുതൽ കുറേ പക്ഷികൾ ഇങ്ങോട്ട് പറന്നു വരികയും തിരിച്ചു പോകുകയും ചെയ്യുന്ന കാണുന്നുണ്ടോ നിങ്ങൾ? അപ്പോൾ അവരന്നേരം നോക്കിയപ്പോൾ ശരിയാ, പക്ഷികൾ വരുന്നു പോകുന്നു. അദ്ദേഹം പറഞ്ഞു, കടലിൽ പക്ഷി ജീവിക്കത്തില്ലല്ലോ, അങ്ങനെയാണെങ്കിൽ പക്ഷി കാലുകുത്തി നിൽക്കാൻ എവിടെയോ ഒരു കര അടുത്തുണ്ടല്ലോ, ഇല്ലെങ്കിൽ പക്ഷികൾ വരികയും പോവുകയും ചെയ്യത്തില്ലല്ലോ. നിങ്ങൾ ശ്രദ്ധിച്ച്, ഇന്നലെ മുതൽ ഈ കടലിലൂടെ പച്ചപ്പുല്ലുകൾ ഒഴുകി വരുന്നേ കണ്ടോ? പച്ചപ്പുല്ലുകൾ ഒഴുകി വരുന്നേ കണ്ടോ? അങ്ങനെയാണെങ്കിൽ ഏതോ കരയിൽ നിന്ന് മഴ പെയ്ത് ഒഴുകി വന്ന പുല്ലല്ലേ ഈ കടലിൽ കൂടെ നടക്കുന്നത്. അങ്ങനെയാണ് ഒത്തിരി അകലത്തിലല്ലാതെ ഒരു കര എവിടെയോ ഉണ്ട്. അദ്ദേഹത്തിന് നിർബന്ധം കൊണ്ട് ഇവർ പിന്നെ മുൻപോട്ട് പോയി. അങ്ങനെയാണ് അമേരിക്ക കണ്ടുപിടിച്ച്. അങ്ങനെയാണെങ്കിൽ നമ്മൾ പാതി വഴിയിൽ ഇനി ഒന്നുമില്ലെന്ന് പറഞ്ഞ് വിശ്വാസ ജീവിതത്തിന് വിരാമം കുറിക്കരുത്. അപ്പുറത്ത് ചിലതുണ്ട്. എത്ര പേര് രാത്രി വിശ്വസിക്കാൻ തയ്യാറുണ്ട്? പലരും നിന്നോട് പറയും, ഇതിനപ്പുറത്തൊന്നുമില്ല, ഇവിടെ കൊണ്ട് തീരാൻ പോവുകയാണ്, ഇനി ഒന്നും സാധ്യതയില്ലെന്ന് പറഞ്ഞാൽ നീ ഇന്ന് രാത്രിയിൽ ചില പറവുകൾ പറന്നു വരുന്നത്, ചില പച്ചപ്പുകൾ ഒഴുകി നടക്കുന്നതൊക്കെ ആത്മാവിൽ കാണണം. സന്തോഷമുണ്ട്. നല്ലപോലെ ഈ രാത്രി കരമടിച്ച് ദൈവത്തെ ഒന്ന് സ്തുതിച്ച് ആരാധിച്ച് അസാധ്യതകളെ പണിയുന്നൊരു ദൈവം. ഹല്ലേലൂയ. വളരെ ആഴത്തിൽ നിന്ന് ഉയർത്തിയെടുത്ത ഈ മണ്ണിനോട് ചോദിച്ച മണ്ണ് പറയും, ഞാൻ നാശകരമായ കുഴിയിലും കുഴഞ്ഞ ചേറ്റിലും കിടന്ന ഒരു വസ്തുവാണ്. ഇതിനു മുമ്പ് വന്ന പലരും എൻ്റെ മണ്ടയ്ക്ക് ചവിട്ടി മെതിച്ച് പോയതല്ലാതെ എന്നെ ആരും ഇതുവരെ പരിഗണിച്ചിട്ടില്ല. പക്ഷേ കാഴ്ചയ്ക്ക് വലിയ സൗന്ദര്യമില്ലാത്തവനെങ്കിലും കുശവൻ എന്നിലെ ഒരു സാധ്യത കണ്ടു. പലരും ചവിട്ടി മെതിച്ചിട്ടിട്ട് പോയ ഈ നാശകരമായ കുഴിയിൽ കിടന്ന, കുഴഞ്ഞ ചേറ്റിക്കിടന്ന ഈ മണ്ണ് പറയുകയാണ്, എന്നിലെന്തോ ഒരു സാധ്യത ഈ കുശവൻ കണ്ട്. ഇന്ന് രാത്രിയിൽ നിന്നെ ഇവിടെ കൊണ്ട് ഇരുത്തി 5 ദിവസം വചനം കേൾപ്പിച്ചതിൻ്റെ പുറകിൽ നിന്നിലെന്തോ ഒരു സാധ്യത മറഞ്ഞിരിപ്പുണ്ടെന്ന് വിശ്വസിക്കുന്നവര് ശക്തിയോടെ രാത്രി ദൈവത്തെ ആരാധിക്കണം. ഒരു വലിയ സാധ്യത. എത്ര പേര് രാത്രി വിശ്വസിക്കുന്നുണ്ട്? എന്നിൽ ഇനിയും ഒരു സാധ്യതയുണ്ട്. നിന്റെ ദേഹത്തെ ഡയബറ്റിക് പറയുന്നു, ഒരു സാധ്യതയില്ല, തട്ടിപ്പോകും. സ്തോത്രം. നിന്റെ കിഡ്നിയുടെ ട്രബിൾ പറയുന്നു, ഡയാലിസിസ് ചെയ്യണം, നീ തട്ടിപ്പോകും. നിന്റെ ഹാർട്ടിൻ്റെ വാൽവുകൾ പറയുന്നു, നീ പോക്കാണ്, 3-4 ബ്ലോക്ക് ഉണ്ട്. ഇതെല്ലാം ശരീരം നിന്നോട് പറയുമ്പോൾ തന്നെ ദൈവത്തിൻ്റെ ആത്മാവ് മണ്ണിനോട് പറയുന്നു, നിന്നിൽ ഇനിയും മീതെ ഇരിക്കുന്ന കരം കോരിയെടുത്ത കുശവന്റെ കരമായതുകൊണ്ട്, ഒന്നുകൂടെ ഞാൻ ആവർത്തിച്ച് പറയുന്നു, നിന്നെ കൊള്ളത്തില്ലെന്ന് നീ തന്നെ വിധി പറയുമ്പോൾ നിന്റെ മീതെ ചലിച്ചുകൊണ്ടിരിക്കുന്ന കരം നിന്നെ ആഴത്തിൽ നിന്ന് പൊക്കിയെടുത്ത കരമാ. ഇന്ന് രാത്രി ആ കരം നിന്നോട് പറയുന്നു, ഇനിയും നിന്നിൽ ഒരു സാധ്യതയുണ്ട്. വിശ്വസിക്കുന്നവർ മാത്രമേ ഇന്ന് രാത്രി ദൈവത്തെ ആരാധിക്കാവുള്ളൂ. ഒരു സാധ്യതയും ഇല്ലെന്ന് ലോകം പറയുന്ന ചിലതിൻ്റെ മേൽ ഇന്ന് രാത്രിയിൽ ദൈവത്തിനൊരു സാധ്യതയുണ്ട്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഈ ഗദരദേശത്തേക്ക് പടക് വിടാൻ യേശു ശിഷ്യന്മാരോട് കൽപ്പിക്കാൻ കാരണം, ഈ ശിഷ്യന്മാരും ആരും അറിയാത്ത ഒരു കരച്ചിൽ ഏതോ ഒരു ഭവനത്തിൻ്റെ ദക്കപ്പോലി എന്ന ദേശത്തെ ഏതോ ഒരു ഗ്രാമത്തിൽ
ഏതോ ഒരു കൊച്ചു കുടിലിൽ ഒരമ്മ കരയുന്നുണ്ട്. കാരണം നൊന്തു പ്രസവിച്ച ഒരു മകൻ നല്ല യൗവനത്തിൽ 6000 ഭൂതങ്ങൾ ബാധിച്ച് ഭൂതഗ്രസ്തനായി ചികിത്സകളൊന്നും പ്രയോജനപ്പെടാതെ ബന്ധിച്ച ചങ്ങലകൾ ഉരുമി പൊട്ടിച്ച് നാട്ടുകാർക്കാർക്കും പിടിച്ചൊതുക്കാൻ കഴിയാതെ വീട് വിട്ട് നാട് വിട്ട് ഹോസ്പിറ്റൽ വിട്ട് ചികിത്സകൾ വിട്ട് ഡോക്ടർമാരുടെ സഹായമൊക്കെ വിട്ട് ഇവനെ കൊണ്ടുപോയി പിശാച് അങ്ങൊരു ശവക്കുഴി കൊണ്ടിട്ടേക്കുക. നമ്മളൊക്കെ ഏറ്റവും ഒടുവിൽ ചെല്ലേണ്ട സ്ഥലത്ത് ആരും മനസ്സോടെ പോകാറില്ല. നമ്മൾ മരിച്ചു കഴിഞ്ഞ് നമുക്ക് യാതൊരു നിലയിലും ഇനിയും ചലനമില്ലെന്ന് ബോധ്യപ്പെടുമ്പോൾ നാട്ടുകാർ കൊണ്ടിടുന്ന സ്ഥലമാണ്. പ്രൈസ് ദി ലോർഡ്. പക്ഷെ നല്ല യൗവനത്തിൽ ഒരുത്തനെ കൊണ്ട് ഏറ്റവും ഒടുവിൽ ചെല്ലേണ്ട അടുത്ത് പിശാചിട്ടേക്കുക. പ്രൈസ് ദി ലോർഡ്. രക്ഷിക്കാൻ ഉലകത്തിൽ ആരുമില്ല. പക്ഷേ ഏതോ ഒരു ഗ്രാമത്തിൻ്റെ ഒരു കൊച്ചു വീടിൻ്റെ ഉള്ളറയിലിരുന്ന് നൊന്തു പ്രസവിച്ച് അമ്മ കരയുകയാണ്, എൻ്റെ കുഞ്ഞിനെ രക്ഷിക്കാൻ. അതേ, തുടക്കത്തിലെ പണി പിഴച്ചു പോയ, തുടക്കത്തിലെ തകർന്നു പോയ ഈ മൺപാത്രത്തെ ഒന്ന് പണിയാൻ ആരുമില്ലെന്ന് പറഞ്ഞ് ഒരമ്മ എവിടെയോ നിലവിളിക്കുമ്പോൾ പത്രോസ് അത് കേട്ടില്ല, യോഹന്നാൻ കേട്ടില്ല, യാക്കോബ് കേട്ടില്ല, ശിഷ്യന്മാരാരും കേട്ടില്ല. പക്ഷെങ്കിൽ അങ്ങകലെ യേശു അത് കേട്ട്. ഇന്ന് രാത്രിയിൽ ലോകത്തിൽ ആരും നിന്റെ നിലവിളി കേട്ടില്ലെങ്കിലും, ലോകത്തിൽ ആരും അത് കണ്ടില്ലെങ്കിലും നിലവിളി കേൾക്കുന്ന ഒരുത്തൻ ഇന്ന് രാത്രിയുണ്ട്. അവന്റെ അടുക്കൽ കരച്ചിലെത്തിയാൽ അവന് വിടുവിക്കാൻ കഴിയാത്തൊരു മേഖലയില്ലെന്ന് വിശ്വസിക്കുന്നവർ ശക്തിയോടൊരു നിമിഷം ദൈവത്തെ ഈ രാത്രി സ്തുതിച്ച് ആരാധിക്കട്ടെ. തകർന്നതിനെ പണിയുന്ന, ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ നാട്ടുകാർക്ക് മൊത്തം ഇപ്പൊ അവനെ പേടിയാ. കാരണം അവൻ പകലും രാത്രിയും ഒരുപോലെ കല്ലറയിൽ കിടന്നുകൊണ്ട് അലറി നിലവിളിക്കുക. കല്ലറയിൽ നിന്ന് നിലവിളി കേട്ടാൽ ആരാ പേടിക്കാത്തെ? പ്രൈസ് ദി ലോർഡ്. ഇവൻ 24 മണിക്കൂറും കല്ലറയിൽ നിന്ന് ഉറക്ക നിലവിളിക്കുക. വഴിപോക്കരെല്ലാം പേടിച്ചത് വഴി പോകുന്നില്ല. അവൻ ആരെ ഉപദ്രവിക്കാൻ കിട്ടാത്തത് കൊണ്ട് കല്ലെടുത്ത് തന്നെത്താൻ തന്റെ ദേഹത്തെ ദണ്ഡിപ്പിക്കുക. വസ്ത്രം ധരിക്കുന്നില്ല. ഒരു മനുഷ്യൻ പോലും അവനെ അംഗീകരിക്കാൻ തയ്യാറല്ല. പക്ഷെ അങ്ങകലെ കടലിനക്കരെ നിൽക്കുന്ന യേശു പറഞ്ഞു, അക്കരയ്ക്ക് പടക് വിട്. പ്രൈസ് ദി ലോർഡ്. ശിഷ്യന്മാർക്ക് കാര്യം പിടികിട്ടിയില്ല. പക്ഷേ ഏതോ ഒരു അമ്മയുടെ ചങ്കുപൊട്ടിയുള്ള കരച്ചിൽ, ഉടഞ്ഞുപോയ മൺപാത്രത്തെ ഓർത്ത്, കയ്യിലെ പണിയിൽ തകർന്നു പോയ മൺപാത്രത്തെ ഓർത്ത് കരയുന്ന ഒരമ്മയുടെ നിലവിളി അങ്ങ് ദൂരെ യേശു കേട്ടെങ്കിൽ ഈ 5ാമത്തെ രാത്രിയിൽ ദൈവാത്മാവിൽ പറയട്ടെ, നിന്റെ തകർന്ന മണ്ഡലത്തിലെ നിലവിളി കേട്ടിട്ട് നിന്റെ വിടുതലിനായി ഇറങ്ങി വരുന്ന ഒരു നല്ല കുശവനുണ്ട്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഈ കുശവന്റെ മനസ്സിലൊരു ഡിസൈനുണ്ട്. അവൻ ആ ഡിസൈൻ അനുസരിച്ചാണ് അതിനുള്ള മണ്ണെടുക്കുന്നത്, കുഴയ്ക്കുന്നത്, പണിയുന്നതുമല്ല. ആ പണി കേടാ എന്ന് പറഞ്ഞാൽ അവൻ്റെ മനസ്സിലുണ്ടായ ആ സ്വപ്നമാണ് തകർന്ന്, അവൻ്റെ മനസ്സിലുണ്ടായ ആ ഡിസൈനാണ് തകർന്ന്. എന്ന് പറഞ്ഞാൽ ഏതൊരു മക്കളെക്കുറിച്ചും അപ്പനും അമ്മയ്ക്കും മനസ്സിലൊരു സ്വപ്നമുണ്ട്. എൻ്റെ കുഞ്ഞിന്നതാകും, എൻ്റെ കുഞ്ഞിന്ന പോലെ ആയാൽ എൻ്റെ സ്ഥിതിക്കൊരു മാറ്റം വരും, എൻ്റെ കുടുംബത്തിൻ്റെ അവസ്ഥയൊന്ന് മാറും എന്നൊക്കെ പറഞ്ഞ് ഏത് കുഞ്ഞിനെക്കുറിച്ചും അതിൻ്റെ അപ്പനും അമ്മയ്ക്കും ഒരു പ്രതീക്ഷയുണ്ട്. ഏത് വിശ്വാസിയെക്കുറിച്ചും കരയുന്ന പാസ്റ്റർക്കൊരു പ്രതീക്ഷയുണ്ട്. അവൻ ഇന്നതുപോലെയാകും, ഈ ലെവലിൽ അവൻ ഉയർന്നു വരും എന്നൊക്കെ ചിന്തിക്കും. അങ്ങനെ ചിന്തിച്ച ഒന്ന്
കയ്യിൽ വെച്ച് തന്നെ കേടായി പോയാൽ നമ്മളായിരുന്നെങ്കിൽ പോട്ടെ എന്ന് പറഞ്ഞ് ഒരു പക്ഷേ വേസ്റ്റ് കൊട്ടയ്ക്കകത്തോട് വലിച്ചെറിഞ്ഞേനെ. പക്ഷേ ഈ കുശവൻ അത് ചെയ്തില്ല. ആ കുശവൻ ആ കയ്യിൽ വെച്ച് തന്നെ അതിനെ പണിതെങ്കിൽ ഇന്ന് രാത്രിയിൽ നിന്റെ കൂടാരത്തിനകത്ത് ചിലതിനെ അവൻ പണിയാൻ പോവുകയാണ്. കൈവിടപ്പെട്ടു പോയ ചിലത്, തള്ളപ്പെട്ടു പോയ ചിലത്, തകർന്നു പോയ ചിലതിനെ ഇന്ന് രാത്രി ഈ പട്ടണത്തിൽ ചിലതിനെ ഓ റബ ശബ്ദരാധര പ്രൈസ് ദി ലോർഡ്. ഈ യാത്രയിൽ യേശു അങ്ങ് ചെല്ലാതിരിക്കാൻ വഴിമധ്യേ ശക്തമായ പ്രതികൂലമുണ്ടാകും. അതുവരെ ഉണ്ടാകാത്ത അപ്രതീക്ഷിതമായ കാറ്റും കടലിൻ്റെ കോപവും തിരയുടെ ഇളക്കവും പടകിൻ്റെ ഉലച്ചിലും എല്ലാം സംഭവിച്ചതിൻ്റെ പിൻപിൽ ആധിപത്യം ഉയർത്തിയ പിശാചിന് ലക്ഷ്യമുണ്ട്. ഒരു കാരണവശാലും ഇവൻ വിടുവിക്കപ്പെടല്ല. ഇന്ന് രാത്രി നിങ്ങൾ ഒരു കാര്യം ഓർത്തോണം. നാം ഇങ്ങനെ കൂട്ടായ്മയ്ക്ക് വരുന്നു, പ്രാർത്ഥിക്കുന്നു, ഉപവസിക്കുന്നു, കൺവെൻഷനിൽ പങ്കെടുക്കുമ്പോൾ തന്നെ നീ ഒരു നിലയിലും വിടുവിക്കപ്പെടല്ലെന്ന് ആഗ്രഹിക്കുന്ന, നിന്റെ കുടുംബം ഒരു നിലയിലും ഉയരലെന്ന് ആഗ്രഹിക്കുന്ന, നിന്റെ തലമുറ ഒരിക്കലും അവൻ്റെ പിടിയിൽ നിന്ന് വിടുവിക്കപ്പെടലെന്ന് ആഗ്രഹിക്കുന്ന ഒരു അന്ധകാരത്തിൻ്റെ മേൽക്കോയ്മ, ചില വാഴ്ചകൾ നിന്റെ തലമുറയ്ക്ക് നേരെയുണ്ട്. ഇന്ന് രാത്രി ആ പോരിനെ അഴിക്കാൻ കരുത്തുള്ളവനാണ് നിന്നെ പണിയുന്നതെന്ന് ഏറ്റെടുക്കുന്നവരാരും രാത്രി മൗനമായിരിക്കരുത്. ചില ആഴമായ പണി ഇന്ന് രാത്രി നടക്കട്ടെ. ചൂടബലമനകഷ് ഹല്ലേലൂയ. ഞാൻ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുകയാണ്. അപ്പൊ വഴിയിൽ തടയാൻ നോക്കിയെങ്കിൽ കാറ്റിനെയും കടലിനെയും കർത്താവ് എന്ത് ചെയ്തു? സാഹസിച്ചു. ഞാനൊരു ദൂത് നിങ്ങളോട് പറയാം. നിന്റെ തലമുറയുടെ വിടുതലിനെ തടയുന്ന ചില മണ്ഡലങ്ങൾ വെളിപ്പെടാതെ മറഞ്ഞു നിൽപ്പുണ്ട്. കടലിളകുന്നത് കാണാം, പക്ഷെ കാറ്റ് കാണാനൊക്കുമോ? ഒക്കോ? തിരയിളകുന്നത് കാണാം, കപ്പലുലയുന്നത് കാണാം, തുഴയുന്നവരെ കാണാം. പക്ഷേ ഇതിൻ്റെ എല്ലാം പുറകിൽ കാരണമായി നിൽക്കുന്ന ഒരാളുണ്ട്. അതാരാ? കാറ്റാ. പക്ഷെ അതിനെ കാണാനൊക്കുമോ? കാറ്റിനെ കാണത്തില്ല. പ്രൈസ് ദി ലോർഡ്. പക്ഷെ കർത്താവ് കാണാതെ നിന്ന് ഈ പ്രശ്നമെല്ലാം ഉണ്ടാക്കുന്ന കാറ്റിനെ ശാസിച്ചു. കടലിനോട് അടങ്ങാൻ പറഞ്ഞതേ ഉള്ളൂ. കാരണം കടലല്ല പ്രശ്നം, കടലെ നീ അടങ്ങുന്നേ പറഞ്ഞുള്ളൂ. പക്ഷെ കാറ്റിനെ കർത്താവ് എന്ത് ചെയ്തു? ഇന്ന് രാത്രി ഞാൻ ചിലതിനെ ശാസിക്കാൻ പോകുകയാണ്. നിന്റെ ഭവനത്തെ ഉലയ്ക്കുന്ന, നിന്റെ തലമുറയെ ഇളക്കി മറിക്കുന്ന ചില ദുരാത്മ മണ്ഡലങ്ങളെ ഈ രാത്രി ദൈവാത്മാവ് ശാസിക്കുകയാണ്. ഏറ്റെടുക്കുന്നവർ ശക്തിയോടെ ആരാധിക്കട്ടെ. ഒരു നന്മയും കൂടാരത്തിൽ വെളിപ്പെടാത്ത നിലകളിൽ നിന്റെ ഭവനത്തിൽ അടിച്ചുയരുന്ന ചില പോരുകളെ ഇന്ന് രാത്രി മറഞ്ഞു നിന്ന് പോരാടുന്ന അന്ധകാര മണ്ഡലങ്ങളെ യേശുവിന്റെ ആത്മാവിൽ ശാസിക്കുകയോ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. അപ്പൊ കർത്താവ് കാറ്റിനെ എന്ത് ചെയ്തു? ശാസിച്ചു. കടലിനോട് പറഞ്ഞു അടങ്ങ്, ശാന്തമായിരിക്കാൻ പറഞ്ഞു. അപ്പോൾ കാറ്റ് ശാസിക്കപ്പെട്ടു, കടല് ശാന്തമായി, പടക് കരയ്ക്കെത്തി. അപ്പോൾ ഈ ദുരാത്മാവ് ബാധിച്ച ഈ ചെറുപ്പക്കാരൻ ഓടി വന്ന ആരുടെ കാൽക്കൽ വീണു. എന്നിട്ട് പറയുകയാണ്, മഹോന്നതനായ ദൈവപുത്ര, എനിക്കും നിനക്കും തമ്മിൽ എന്ത്? എനിക്ക് നിനക്കും തമ്മിൽ എന്ത്? സമയത്തിന് മുമ്പേ നീ എന്നെ ദണ്ഡിപ്പിക്കാൻ വന്നതാണ്. കർത്താവ് മിണ്ടരുതെന്ന് നേരത്തെ കൽപ്പിച്ചതെന്ന. അതെവിടെ കൽപ്പിച്ചേ? അതാ വിഷയം. കർത്താവ് കാറ്റിനെ ശാസിച്ചു എന്ന് പറഞ്ഞ അർത്ഥം ഈ പയ്യനെ കൊണ്ട് ഇതെല്ലാം ചെയ്യിപ്പിക്കുന്ന പോരിനെയാ കർത്താവ് ശാസിച്ച്. പ്രൈസ് ദി ലോർഡ്. നമ്മൾ വ്യക്തിത്വങ്ങളെ കാണുന്നത്. ആ ചെറുക്കൻ അങ്ങനെ, ആ പെണ്ണിങ്ങനെ, ആ ഭർത്താവ് അങ്ങനെ, ആ ഭാര്യ ഇങ്ങനെ
എന്നൊക്കെ പറഞ്ഞ് മനുഷ്യരെ കാണുക. മനുഷ്യരല്ല വിഷയം. പ്രൈസ് ദി ലോർഡ്. അവനെ വസ്ത്രം ധരിപ്പിക്കാത്ത, അവനെ ശവക്കുഴി കൊണ്ടിടുന്ന, അവൻ്റെ കയ്യിലെ ചങ്ങല ഉരുമി പൊട്ടിക്കുന്ന, അവനെ കൊണ്ട് കല്ലെടുത്ത് ദേഹത്തിടിപ്പിക്കുന്ന, വീട് വിട്ടവനെ പാലായനം ചെയ്യിപ്പിക്കുന്ന, അപ്പനും അമ്മയ്ക്കും ഭാരമാക്കി ബാധ്യതയാക്കി വെക്കുന്ന, മറഞ്ഞു നിൽക്കുന്ന ഒരു വ്യാപാരമുണ്ട്. ഇന്ന് രാത്രി അതിനെ ശാസിക്കേണ്ടത്. നീ ആ കുശവന്റെ കൈക്കകത്താണെങ്കിൽ ഇന്ന് രാത്രിയിൽ അവൻ നിന്റെ കുടുംബത്തെ പണിയുകയാണ്. ഏറ്റെടുക്കുന്നവർ ശക്തിയോട് ഇന്ന് രാത്രി ഓ ഹല്ലേലൂയ ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ഈ ദുരാത്മാവ് പറയുകയാണ്, സമയത്തിന് മുമ്പ് ഞങ്ങളെ ഏത് സമയമാ ഇവനെ ഈ വെള്ളത്തിൽ മുക്കി വെള്ളം കുടിപ്പിച്ച് കൊല്ലാൻ ടൈം നിശ്ചയിച്ചേക്കുക. അതിന്ന് നടക്കും. ഇന്ന് നടക്കുമെന്ന് പ്രാണന്റെ ഉടയവൻ അവിടെ അറിഞ്ഞു. അമ്മ വീട്ടിൽ കരഞ്ഞു, യേശു അവിടെ അറിഞ്ഞു. പക്ഷെ ഇവന് മനസ്സിലായി, മുക്കുന്നതിന് മുമ്പേ അവനിഞ്ഞ് വന്നു. അവൻ്റെ ലാസ്റ്റ് പദ്ധതി നിന്റെ തലമുറയിൽ നിവർത്തിക്കപ്പെടുന്നതിന് മുമ്പേ വിടുവിക്കുന്നവൻ സ്ഥലത്ത് വന്നു. ഇന്ന് രാത്രി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. ചില കുടുംബങ്ങളിൽ സമയം കുറിച്ച് വച്ചിരിക്കുക, ചില തലമുറയുടെ സമയം കുറിച്ച് വച്ചിരിക്കുക. ഈ കൺവെൻഷൻ ചുമ്മാ വെച്ചതല്ല. ഇന്ന് രാത്രി പിശാച് കുറിച്ച ചില സമയങ്ങൾ ദൈവം മാറ്റി എഴുതാൻ പോകുകയാ. വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാ. അസാധാരണമായ ഒരു ദൈവപ്രവൃത്തി നിന്റെ കൂടാരത്തിൽ ഇറങ്ങി വെളിപ്പെടുവാൻ ഈ രാത്രി ദൈവം ആഗ്രഹിക്കുകയാ. അന്നവൻ ആരുടെയെങ്കിലും ഒക്കെ ശവം കണ്ട് അവൻ അടങ്ങത്തുള്ളൂ. സ്തോത്രം. പക്ഷേ അതിനു മുമ്പേ ജീവന്റെ ഉടയവൻ എവിടെ വന്നു? ഈ ചെറുപ്പക്കാരൻ്റെ അടുക്കൽ വന്നു. അപ്പോൾ ഈ ദുരാത്മ പറയാണ്, ഒരു കാര്യം ചെയ്യും, ആ കിടക്കുന്ന പന്നിക്കൂട്ടങ്ങളിലേക്ക് പ്രവേശിക്കാൻ നീ നിനക്ക് എന്ത് ചെയ്യണം? അനുവാദം തരണം. കർത്താവ് പറഞ്ഞു കയറിക്കോളാൻ പറഞ്ഞു. പിശാചിൻ്റെ പ്രാർത്ഥന കർത്താവ് കേട്ടു. കയറിക്കോളാൻ പറഞ്ഞു. കയറിയ പാടെ ഈ പന്നി മൊത്തം കൂടെ കിഴുക്കാന്തൂക്ക് പോയി കടലിൽ ചാടി ചത്തു. ആ പന്നി ചത്ത ടൈമാണ് ഇവൻ്റെ സമയം. ഹലോ, ഇന്നൂടെ ഇവൻ ശവക്കോട്ടെ കരയത്തുള്ളായിരുന്നു. ഇന്ന് കരച്ചിൽ നിന്നേനെ. ഇന്ന് അവനെ ഓർത്ത് വീട്ടുകാർ കരഞ്ഞേനെ. ഇന്ന് വരെ അവനാ കരഞ്ഞത്, പക്ഷെ ഇന്ന് വീട്ടുകാർ കരഞ്ഞേനെ. ആ കരയുന്നതിന് തൊട്ടു മുമ്പേ, അവൻ്റെ സമയത്തിന് മുമ്പേ കർത്താവ് അവിടെ വന്നെങ്കിൽ ഈ അഞ്ചാമത്തെ രാത്രി കർത്താവിൻ്റെ സമയമാണ്. ചില കുടുംബങ്ങളെ നോക്കി ദൈവാത്മാ പറയുന്നു, നിന്റെ തലമുറയെ ദേശത്ത് ഇല്ലാതെയാക്കാൻ, പരസ്യകോലമാക്കാൻ വ്യാപരിക്കുന്ന യേശുവിൻ്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം നീ ഇന്ന് രാത്രി അറിഞ്ഞു വേണം ദൈവത്തെ ആരാധിക്കുവാൻ. ഒരു വലിയ ദൈവ പ്രവർത്തിക്കായി ദൈവം ഈ പട്ടണത്തിൽ ചില കുടുംബങ്ങളെ കാണുകയോ. ഹല്ലേലൂയ. നമ്മുടെ കരമുയർത്തി നല്ലൊരു ഹല്ലേലൂയ. അനുവാദം കൊടുത്തപ്പോൾ ഇവന്റെ ദേഹത്തു നിന്ന് ഇതെല്ലാം കൂടെ പോയി ഇവിടെ കയറി, പന്നിക്കൂടത്തിൽ കയറി. ഇവൻ ആള് ടോട്ടലി ഫ്രീ ആയി. സ്തോത്രം. പിന്നെ ഇവനോട് നീ മുണ്ടുടുക്കട, ഷർട്ട് ഇടറ, മുടി വെട്ടട, ഷേവ് ചെയ്യട എന്നൊന്നും പറയണ്ട. ദുരാത്മാവ് പോയപ്പോഴേ ഇവൻ വസ്ത്രം ധരിച്ചെന്ന. അപ്പോൾ ഓൾറെഡി എന്താ അവിടെ ഇരിപ്പുണ്ട്? വസ്ത്രം ഇരിപ്പുണ്ട്. പക്ഷെ ഈ വ്യാപരിക്കുന്ന ദുരാത്മാവ് ഇവനെ കൊണ്ട് ഉടുപ്പിക്കുന്നില്ലെന്നേ ഉള്ളൂ. ദുരാത്മാവ് പോയപ്പോൾ ഒന്നും പിന്നെ അങ്ങോട്ട് പറയണ്ട, എല്ലാം അവൻ ചെയ്യുക. പ്രൈസ് ദി ലോർഡ്. വന്നവൻ നേരെ ആരുടെ കൂടെ പാനൊരുങ്ങി? യേശുവിൻ്റെ പാനടുക്ക് പടകെ വന്ന് കയറി. യേശു പറഞ്ഞു, വേണ്ട, നീ പോയി
നിന്റെ വീട്ടിൽ ചെന്ന് നിന്റെ അപ്പനെയും അമ്മയെയും നിന്നെ കാണിക്കുക. എന്നിട്ട് ഞാൻ നിനക്ക് ചെയ്തത് അവരോട് പറയണം. ഒരു ഹല്ലേലൂയ പറയണം. പ്രൈസ് ദി ലോർഡ്. വീട്ടിൽ പോയി അപ്പനെയും അമ്മയും കാണിക്കാൻ പറഞ്ഞാൽ അർത്ഥം യേശു വന്നത് ഈ അപ്പനും അമ്മയും കരഞ്ഞിട്ടല്ലേ? നിങ്ങൾ എൻ്റെ കൂടെയാണോ? പ്രൈസ് ദി ലോർഡ്. പാതി വഴിയിൽ പണി മുടങ്ങിപ്പോയ, തകർന്നു പോയ ഈ ഒരു ചെറുപ്പക്കാരന് വേണ്ടി, ഒറ്റ ഒരാളിന് വേണ്ടി കടൽ കടന്ന് പടക് കയറി കാറ്റിനെയും കടലിനെയും പ്രതികൂലത്തെ അതിജീവിച്ച് യേശു വന്നത് ഒരു കരച്ചിലിന്റെ വിടുതല. അങ്ങനെയാണ് ഇന്ന് രാത്രി കരയുന്ന നിനക്ക് വേണ്ടി ഇറങ്ങി വന്ന് പ്രവർത്തിക്കുന്ന ഒരു വലിയ ദൈവം ഇവിടെയുണ്ട്. ഓ, വിശ്വസിക്കുന്നവർ കരമടിച്ച് നന്നായി ഒരു നിമിഷം ദൈവത്തെ ഈ രാത്രി സ്തുതിച്ച് ആരാധിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഈ യഹൂദന്റെ ഇടയിലെ ഒരു സ്ത്രീ രക്തസ്രാവം ഉണ്ടായാൽ, അത് നിൽക്കാത്ത രക്തസ്രാവമാണെങ്കിൽ അവളെ എല്ലാവർക്കും പുച്ഛമാണ്. അവളെ വീടിനകത്താണെങ്കിലും പ്രത്യേകം അടച്ചിട്ട മുറിയിലായിരിക്കും അവിടെ. എന്ന് പറഞ്ഞാൽ കുഷ്ഠരോഗിയെ കാണുന്ന പോലാണ് ഈ സ്ത്രീയെ യഹൂദൻ കാണുന്നത്. സ്തോത്രം. അപ്പോൾ അവളുടെ ഒരു ടീനേജൊക്കെ കഴിഞ്ഞ് യൗവനം ആരംഭിച്ച സമയത്ത് ആരംഭിച്ച ഒരു രോഗമായത്. ഇത് 10, 13, 14, 15 വർഷം പ്രൈസ് ദി ലോർഡ് തുടരുക. ഇത്രയും വർഷം പഴക്കമുള്ളൊരു വിഷയത്തിൻ്റെ മുഖത്ത് ഇവക്ക് ആഹാരം കൊടുക്കുന്നത് ചെല്ലുന്നയാൾ പാത്രത്തിൽ ഇവള് തൊടുന്നതിന് മുമ്പേ പാത്രം വെച്ചിട്ട് മാറും. കാരണം ഇവള് തൊട്ട പാത്രത്തിൽ ഇവൻ തൊട്ടാൽ, അപ്പോൾ അമ്മയായിരിക്കും ചോറ് കൊടുക്കുന്നെങ്കിലും അമ്മ ഈ പട്ടിക്കൂട്ടി കൊണ്ട് ചോറ് വെച്ച് കൊടുക്കുന്ന പോലെ കൊടുക്കുന്നത്. ഹലോ, പ്രൈസ് ദി ലോർഡ്. ഇവള് ധരിച്ച വസ്ത്രമോ ഇവള് തൊടുന്ന വെള്ളമോ ഇവള് കുടിക്കുന്ന ഗ്ലാസോ ഒന്നും വീട്ടിലാരും തൊടത്തില്ല. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അടച്ചിട്ട മുറിയിൽ കിടക്കുന്ന ഒരു നല്ല യൗവനക്കാരി, ഒരു 15, 16 വയസ്സുള്ളപ്പോഴാണ് ഇവയ്ക്ക് അസുഖം തുടങ്ങിയെങ്കിൽ +12, അങ്ങനെയാണ് ഒരു 27 വയസ്സ്. സ്തോത്രം. ഉള്ളൊരു നല്ല ചെറുപ്പക്കാരി. പക്ഷെങ്കിൽ പുറം ലോകം കണ്ടിട്ടില്ല. പള്ളിയിൽ പോകാനൊക്കത്തില്ല, ആരാധനയ്ക്ക് പോകാനൊക്കത്തില്ല, സ്കൂളിൽ പോകാനൊക്കത്തില്ല, കോളേജിൽ പോകാനൊക്കത്തില്ല, കൂട്ടുകാരുമായി സഹകരിക്കാനൊക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പക്ഷെ അവിടെ കാതിൽ ഒരു ശബ്ദം കേട്ടു. എന്താണെന്നറിയാമോ? യേശുവിൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങരി തൊട്ടുപോലും ആളുകൾ സൗഖ്യമാകുന്നുണ്ടെന്ന് കേട്ടവള്. അതാരെങ്കിലും പരസ്യോതി പറഞ്ഞായിരിക്കും. നമ്മൾ വണ്ടിയിലൊക്കെ പോകുമ്പോൾ കവലയ്ക്ക് ഇങ്ങനെ മൈക്കും പിടിച്ച് ഉപദേശിക്കുന്ന ആരും ശ്രദ്ധിക്കുന്നത് നമ്മുടെ ധാരണ. പക്ഷേ ഏതോ രക്തസ്രാവക്കാരിയൊക്കെ കേൾക്കുന്നുണ്ട്. നമുക്കതിൻ്റെ ആവശ്യമില്ലാത്ത നമ്മൾ ശ്രദ്ധിക്കാത്തേ, പക്ഷെ ആരോ ശ്രദ്ധിക്കുന്നുണ്ട്. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ഞാനും നമ്മുടെ PG മാത്യു സാറിനെ അറിയാമോ? PG മാത്യു സാർ, ഞങ്ങൾ രണ്ടും കൂടെ ആലപ്പുഴയിലെ പല കവലകളിൽ ഇങ്ങനെ പരസ്യവും നടത്തി ചേർത്തലയിലെ ഒരു അന്തിച്ചന്തയുണ്ട്, ഭയങ്കര ഫേമസാണ്. ഒത്തിരി ആൾ കൂടുന്ന ചന്തയാണ്, സന്ധ്യ കഴിഞ്ഞ ചന്ത. അപ്പോൾ ഈ ജോലിക്കാരും വേലക്കാരും എല്ലാം വരുന്ന വലിയ മാർക്കറ്റാണ്. അപ്പോൾ സന്ധ്യയ്ക്ക് ഞങ്ങൾ രണ്ടും കൂടെ പോയി ഈ പരസ്യവും നടത്തുക. ഈ ആലപ്പുഴയെല്ലാം കഴിഞ്ഞ് രാത്രി സന്ധ്യയോടുകൂടി വന്ന് ഈ ചന്തയുണ്ടെന്ന് അറിഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ ആ സമയത്തേക്ക് അത് മാറ്റിവെച്ച് ചേർത്തലയിൽ ചെന്ന് ഞങ്ങൾ പരസ്യയോഗത്തിൽ എൻ്റെ സാക്ഷി പറഞ്ഞ് PG മാസ്റ്റർ മെസ്സേജ് പറയുക. അപ്പോൾ എൻ്റെ സാക്ഷി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ 2 കള്ളുകുടിയന്മാർ മുന്നോട്ട് വന്നു, നല്ല അടിച്ച് പൂക്കുറ്റിയായിട്ടിരിക്കുക. അവരിങ്ങനെ വന്ന് തലയെക്കെട്ട് അഴിക്കുന്നു, പിന്നെയും തലയെക്കെട്ട് കെട്ടുന്നു, മുണ്ട് മടക്കി കുത്തുന്നു, പിന്നെ മടക്കി കുത്ത് അഴിച്ചിടുന്നു, പിന്നെയും മടക്കി കുത്തുന്നു, പിന്നെ മുണ്ട് അടിച്ചൊന്ന് ഉടുക്കുന്നു, അങ്ങനെയൊക്കെ ചെയ്തവിടെ നിൽക്കുക. അപ്പോൾ എനിക്ക് തോന്നി നമ്മളെ ഉപദ്രവിക്കാനോ വല്ലതും ആയിരിക്കും, എങ്കിലും സാരമില്ല, ഞാനിങ്ങനെ സാക്ഷ്യം പറഞ്ഞുകൊണ്ടിരുന്നു. അങ്ങനെ പറഞ്ഞ് അവർ വേച്ച് മുന്നോട്ട് വന്നിട്ട് ഞങ്ങളുടെ മുമ്പിൽ അങ്ങ് മുട്ടുകുത്തി. അപ്പോൾ നല്ല കടൽ മണൽ കിടക്കുക, ഈ ചേർത്തല മുഴുവൻ അത്രയും മണൽ അറിയാമല്ലോ. ആ മണലിൻ്റെ മണ്ടയ്ക്ക് ഇവർ മുട്ടുകുത്തി. അപ്പോൾ ഞാൻ പ്രസംഗം തുടർന്നു. അപ്പോൾ ഈ കണ്ണുകുടിച്ചതിൻ്റെ ഒരു ആക്ഷൻ കാണിക്കുക എന്നാണ് എൻ്റെ മനസ്സിൽ. PG മാസ്റ്റർ പ്രാർത്ഥിച്ച് രക്തം ജയമൊക്കെ എടുത്ത് പുറകെ നിൽക്കുക. ഒരല്ലേ പറഞ്ഞാട്ട് ഹല്ലേലൂയ. പക്ഷെങ്കിൽ ഇവർ ആത്മാർത്ഥത ദൈവം കൊണ്ടുവരികയാണേ. അവർ മുട്ടുകുത്തി ആ നിന്ന നിപ്പ്
എൻ്റെ സാക്ഷ്യം തീർന്ന് കഴിയുന്നത് വരെ അവർ ആ നിപ്പ് അവിടെ നിന്നു, കൈയൊക്കെ ഉയർത്തിപ്പിടിച്ച്. എന്തൊക്കെയോ അവശബ്ദങ്ങൾ അവർ പുറപ്പെടുവിക്കുന്നുണ്ട്, പക്ഷെ ഞങ്ങളുടെ പ്രസംഗം ഉഴപ്പാൻ പോയില്ല. അപ്പോൾ ഒത്തിരി ഇവരിങ്ങനെ നിന്നത് കൊണ്ടൊരു ഗുണമുണ്ടായി. അതിലെ പോയവരല്ല ഈ മെസ്സേജ് കേൾക്കാൻ വന്നു. ദൈവം ഒരുക്കുന്നൊരു പരിപാടി നോക്കിയേ. ഹല്ലേലൂയ. ഈ സർക്കസ് കണ്ട ആൾ കൂടുന്നു. എൻ്റെ കൂട്ട് എൻ്റെ പ്രസംഗം കേട്ടത് ഇവരുടെ ഈ ആക്ഷൻ കണ്ടുകൊണ്ട് ആളുകൾ കൂടി. അപ്പം നല്ലൊരു അന്തരീക്ഷമായി, ഞങ്ങൾക്ക് ആവേശമായി. സ്തോത്രം. അപ്പം ഞങ്ങൾ നല്ല ശൈലിയിൽ ഇങ്ങനെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഇവർ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കള്ളുകൂടിയാണെങ്കിലും ഭയങ്കരമായിട്ട് ഇവരുടെ ഹൃദയത്തെ ദൈവം ഇങ്ങനെ സ്പർശിച്ചുകൊണ്ടിരിക്കുക. സ്തോത്രം. എനിക്കത് ഒരു വലിയ അനുഭവമായി. നമ്മൾ വിചാരിക്കുന്ന പോലെ യോഗ സ്ഥലത്ത് വെച്ചൊന്നും ആയിരിക്കണമെന്നില്ല ജനം വിടുവിക്കപ്പെടുന്നത് കേട്ടോ. ഈ പരസ്യമായ ചന്തയ്ക്കകത്ത് 2 പേര് അന്ന് രാത്രിയിൽ ഞങ്ങൾ ചൊല്ലിക്കൊടുത്ത രക്ഷാവാചകം ഏറ്റുചൊല്ലി. അവർ 2 പേരും കർത്താവിനെ ഹൃദയം കൊണ്ട് വിശ്വസിച്ചു, വാഗൊണ്ട് ഏറ്റു പറഞ്ഞു. പറഞ്ഞപ്പോൾ ഞങ്ങളുടെ മനസ്സിൽ കള്ള് കുടിച്ചേച്ച് ഇതെല്ലാം പറയുന്നേ. അപ്പോൾ സുബോധത്തിലല്ലാത്തതുകൊണ്ട് എന്തുമാട്ടെന്ന് വിചാരിച്ച് ഞങ്ങൾ പറഞ്ഞു കൊടുത്താൽ, പക്ഷേ അത് ഭയങ്കര മാനസാന്തരമായിരുന്നു കേട്ടോ. പിന്നീട് അവർ രക്ഷിക്കപ്പെട്ട് ഞങ്ങൾ തന്നെ അവിടെ പോയി ചേർത്തലെ ന്യൂ ഇന്ത്യ ചർച്ച് കോഡ് സഭയിൽ അവരെ PG മാസാറിനെ കൊണ്ട് സ്നാനപ്പെടുത്തി ആ സഭയ്ക്കകത്തെ അംഗങ്ങളാക്കി. ഇന്ന് ആ സഭയിലെ വളരെ ശക്തരായ 2 ദൈവമക്കളാണ്. നല്ലൊരു അല്ലുലിയ പറയണം. ആ കുടുംബം മുഴുവൻ അങ്ങനെയാണ്. നോക്കിക്കേ, ഇന്ന് രാത്രി ദൈവം ചില തകർന്നതിനെ ശ്രദ്ധിക്കുന്നുണ്ട്. ആർക്കും വേണ്ടാതെ എഴുതി തള്ളിയത്, അവൻ്റെ കാര്യം പോക്ക്, അവൻ ഗതി പിടിക്കത്തില്ല എന്ന് നാട്ടുകാരെ എഴുതി തള്ളിയ ചിലതിനെ കർത്താവ് ശ്രദ്ധിക്കുന്നുണ്ട്. ഈ യോഗത്തിന്റെ പുറകിൽ ഏതോ ചില തലമുറയുടെ മേൽ ഒരു ദൈവനീതി വെളിപ്പെടാൻ പോകുകയാ. ആരുടെയോ നാളുകളായ കണ്ണുനീരിന്റെ മറുപടി ചില തലമുറകളിൽ വെളിപ്പെടുകയാ. ഹല്ലേലൂയ. ഒരിക്കലുടെ കരമുയർത്തി കർത്താവിനെ സ്തുതിക്കുക. അപ്പൊ ഇവള് ഇങ്ങനെ പെരയ്ക്കകത്തെ അടയപ്പെട്ട മുറി കിടക്കുമ്പോൾ വഴി കൂടെ വലിയൊരു ആരാവാരം. സ്തോത്രം. ഇലക്ഷൻ സമയമായിരുന്നെങ്കിൽ മോദി സാറിൻ്റെ റോഡ് ഷോ ആണെന്നോ അല്ലെ രാഹുലിൻ്റെ റോഡ് ഷോ ആണെന്നൊക്കെ പറയും. ഇതൊന്നും അല്ലാത്ത സമയമാണ്. അപ്പോൾ ഇവള് തിരക്കി ഈ ആരാവാരം എന്നാ. അപ്പോൾ ആരോ പറഞ്ഞു, നസ്രായൻ ഇതുവഴി കടന്നു പോകുന്നുണ്ട്. സ്തോത്രം. അപ്പോൾ അവൾ നേരത്തെ കേട്ടായിരുന്നു, നസ്രായൻ്റെ വസ്ത്രത്തിൻ്റെ വെളിമ്പി തൊട്ടാൽ എന്തുണ്ട്. ഇവൾക്ക് വെളിയിലിറങ്ങാൻ നിയമം അനുവദിക്കുന്നില്ല. പക്ഷെ നിയമം അവളെ ബന്ധിച്ചേക്കുകയാണെങ്കിലും അതിനെ വകവെക്കാതെ വീട്ടുകാർ കണ്ട ഇറക്കി വിടത്തില്ല. പ്രൈസ് ദി ലോർഡ്. വീട്ടുകാർ കാണാതെ, നാട്ടുകാർ കാണാതെ ഇവൾ ഈ അടയപ്പെട്ട തടങ്കലിൽ നിന്ന് പുറത്തു ചാടി ഈ ആൾക്കൂട്ടത്തിൽ കയറി. സ്തോത്രം. അപ്പൊ ഈ ആൾക്കൂട്ടത്തിൽ ഇവള് കയറിയത് ആരും ശ്രദ്ധിച്ചിട്ടില്ല. ഹല്ലേലൂയ. ഇങ്ങനെ അടയപ്പെട്ട ഒരാൾ വന്ന് കയറുമെന്ന് ആരും വിചാരിച്ചുമില്ല. പക്ഷെ അവൾ അതിനകത്ത് കയറി അവൾ അതിനിടയ്ക്കൂടെ നുഴഞ്ഞ് കയറി ഇങ്ങനെ ചെന്ന് ഹല്ലേലൂയ യേശുവിൻ്റെ വസ്ത്രത്തിൻ്റെ വെളിമ്പി തൊട്ടു. ഇപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോഴുള്ള ചിന്തയാണ്, എനിക്ക് വസ്ത്രത്തെ തൊടണം. പ്രത്യക്ഷപ്പെടാനൊക്കത്തില്ല, കാരണം ഇവിടെ രോഗം അത്രയാ. അതുകൊണ്ട് രംഗത്ത് വരാനൊക്കത്തില്ല. പക്ഷേ പുറകിൽ കൂടെ ചെന്നാണെങ്കിൽ ഇവിടെ തൊടണം. അവിടെ കേൾവി അകത്ത് വിശ്വാസമായി. വിശ്വാസം കേൾവിയാലും, കേൾവി ദൈവത്തിൻ്റെ വചനത്താലും വരുന്നു. വസ്ത്രത്തിൻ്റെ വെളിമ്പിൽ തൊട്ടാൽ സൗഖ്യമാവെന്ന് കേട്ടത് വിശ്വസിച്ചു. വിശ്വാസം അവളെ വീട്ടിൽ നിന്ന് ഇറക്കി. അവളിങ്ങനെ അതിനിടയ്ക്കൂടെ കയറി ചെന്ന് ആ വസ്ത്രത്തെ ഇന്ന് രാത്രിയിൽ നീ ഒന്ന് വിശ്വസിക്കാൻ തയ്യാറായാൽ നീ ഇതുവരെ കണ്ടിട്ടില്ലാത്ത അത്ഭുതം. ഓ ദീപാര ബാബാ ശബ്ദരാധര വൈദരമന. ഒരിക്കലൂടെ കരവും ശബ്ദവും ഉയർത്തി കർത്താവിനെ സ്തുതിച്ച്. പുരുഷാരമെല്ലാം യേശുവിനെ തിക്കുകയും തിരക്കുകയും. പക്ഷെ കർത്താവ് പെട്ടെന്ന് നിന്നു. കർത്താവ് ചോദിച്ചു, എന്നെ ആരാ തൊട്ടത്? ശിഷ്യന്മാർ പറഞ്ഞു, എൻ്റെ കർത്താവേ, ഇങ്ങനത്തെ ഒരു ചോദ്യം ഇതുവരെ ഉണ്ടാകുമെന്ന് ഞങ്ങൾ വിചാരിച്ചില്ല. ഈ പുരുഷാരമെല്ലാം കൂടെ എത്രയും നേരമായിട്ട് അങ്ങേ തൊടുക. അതിനിടയ്ക്ക് ഇപ്പം തൊട്ടതാരാന്ന് ചോദിച്ച ഒരു ബാലിശമായ ചോദ്യം പോലെ തോന്നുന്നല്ലോ. യേശു പറഞ്ഞ അതല്ല, അതൊക്കെ എല്ലാ യോഗത്തിനും വരികയും എല്ലാ പ്രാവശ്യവും കൈവെക്കുകയും ഒക്കെ ചെയ്യുന്ന ആളുകളാണ്. എനിക്കതല്ല വേണ്ടിയേ. വിടുതൽ ആഗ്രഹിച്ചു വന്ന് എന്നെ തൊട്ട ഒരാളുണ്ട്.
തെളിവ്, എങ്കിൽ നിന്ന് ശക്തി പുറപ്പെട്ടു. നല്ല ഹല്ലേലൂയ പറയണം. ഇന്ന് രാത്രിയിൽ ദൈവത്തിൻ്റെ കയ്യിൽ നീ ഇരിക്കുകയാണെങ്കിൽ ആ കയ്യിൽ നിന്ന് ഇന്ന് രാത്രി നിന്റെ മേൽ ഒരു ശക്തി പുറപ്പെട്ടു കഴിഞ്ഞാൽ വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. എങ്കിൽ നിന്ന് ശക്തി പുറപ്പെട്ടു. പ്രൈസ് ദി ലോർഡ്. താൻ മറഞ്ഞിരിക്കുന്നില്ല എന്ന് ഈ സ്ത്രീ ഗ്രഹിച്ചിട്ട് ഭയപ്പെട്ട് വിറച്ചോണ്ട് പറഞ്ഞു. കാരണം നിയമം ലംഘിച്ചേക്കുക, യഹൂദന്റെ ന്യായപ്രമാണത്തിന്റെ വ്യവസ്ഥ ലംഘിച്ചേക്കുക. പിടിക്കപ്പെട്ട ഗുരുതരമായ പ്രശ്നമാണ്. കല്ലെറിഞ്ഞു കൊല്ലും, ഒരു ദാക്ഷിണ്യമില്ല. പ്രൈസ് ദി ലോർഡ്. അവൾ ഭയപ്പെട്ടുകൊണ്ട് പറഞ്ഞു, ഞാനാണ് തൊട്ടത്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രിയിൽ ആൾക്കൂട്ടം ഒന്നും ദൈവത്തിന് വിഷയമല്ല. അതിനിടയിൽ ഒരാള് ഈ 24 മണിക്കൂറും ചലിക്കുന്ന കുശവന്റെ കൈക്കകത്ത് പെട്ടാൽ നിന്നെ ഇന്ന് രാത്രി പുതുക്കിപ്പണിയും, നിന്റെ തലമുറയെ പുതുക്കിപ്പണിയും, നിന്റെ കുടുംബത്തെ പുതുക്കിപ്പണിയും. സാധ്യതയില്ലെന്ന് ലോകം പറഞ്ഞ മണ്ഡലത്തിൽ ഇന്ന് രാത്രി ഒരു പുതിയ പണി ദൈവം നിന്റെ മേൽ ചെയ്യുമെന്ന്. ഏതൊരു വിടുതലിന്റെയും പുറകിൽ ആ വിടുവിക്കപ്പെടുന്ന വ്യക്തിയെ കുറിച്ച് ദൈവത്തിന് വേറൊരു പ്ലാനുണ്ട്. ഈ 6000 ഭൂതം ബാധിച്ച ഈ മനുഷ്യനാണ് ദെക്കപ്പോലി ദേശം എന്നറിയപ്പെടുന്ന 10 പട്ടണങ്ങളടങ്ങിയ ഒരു ദേശം. നമ്മുടെ തിരുവനന്തപുരം പോലെ ഉള്ള 10 പട്ടണങ്ങളടങ്ങിയ ഒരു ദേശം മൊത്തം സുവിശേഷീകരിച്ചത് ഈ ഭൂതഗ്രസ്തനാണ്. ക്രിസ്റ്റഫർ പാസ്റ്റർ ഒരു ഏരിയയുടെ പാസ്റ്റർ അല്ലേ, പക്ഷെ ഇവൻ 10 ഏരിയയുടെ പാസ്റ്റർ, സെക്ഷൻ പാസ്റ്ററുടെ മേളില. ഒരല്ലേ പറയണം. മേഖല അല്ലേ, മേഖലയുടെ ചുമതലയാണ്. ആർക്ക്? തുണിയില്ലാതെ ശവക്കോട്ടെ കിടന്ന് അലറിക്കരഞ്ഞ് 6000 ഭൂതം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ചോക്ലേറ്റിൻ്റെ മണ്ടയ്ക്കൊക്കെ ചവന്തിനുറുമ്പ് കയറിയിരിക്കത്തില്ലേ എന്ന് പറഞ്ഞാൽ പൊതിഞ്ഞിരുന്ന പിശാചുക്കളെല്ലാം കൂടെ കൂടി തകർക്കാൻ നിന്നിടത്ത് ഒരുവനിൽ ദൈവം പ്രവർത്തിച്ചപ്പോൾ അവൻ 10 പട്ടണങ്ങളുടെ പാസ്റ്ററായെങ്കിൽ ഇന്ന് രാത്രിയിൽ ആ കുശവൻ ഇവിടെ വന്നിട്ടുണ്ട്. ചിലതിനെ പണിതുകൊണ്ടിരിക്കുകയാണ്, ചില കുടുംബത്തെ പണിതുകൊണ്ടിരിക്കുകയാണ്, ചില തലമുറകളെ പണിതുകൊണ്ടിരിക്കുകയാണ്. നിന്റെ നിന്ന ഉരുട്ടിക്കളയാൻ പോകുകയാ, നിന്റെ കുടുംബത്തിന്റെ അപമാനം മാറ്റാൻ പോകുകയാ, നിനക്കുണ്ടായ അവഗണന മാറാൻ പോകുകയാ. ഓ, നീ മാനിക്കപ്പെടാൻ പോകുകയോ, നിന്റെ തലമുറ മാനിക്കപ്പെടാൻ പോകുകയോ. ഞാൻ ദൈവത്തെ ഈ രാത്രി നന്ദിയോടെ സ്തുതിക്കുകയാണ്. അപ്പൊ ഈ കുശവൻ കറങ്ങുന്ന ചക്രത്തിൽ ഇരുന്ന് മണ്ണിന്റെ മേലെ അവന്റെ കൈ ഇങ്ങനെ ഇടതടവില്ലാതെ ചലിക്കുക. ഇന്ന് രാത്രി ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കൈ ചലിക്കുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. ആ കൈയുടെ ചലനം മുഴുവൻ നിന്നെ ഒന്ന് റീമോൾഡ് ചെയ്യുക. ഹലോ, നിന്നെ ഒന്ന് പുനർസൃഷ്ടിക്കുക, നിന്നെ ഒന്ന് പുതുക്കി പണിയുക, നിന്റെ കുടുംബത്തെ ഒന്ന് പുതുക്കി പണിയുക, നിന്റെ മിനിസ്ട്രിയെ ഇന്ന് രാത്രി ഒന്ന് പുതുക്കി പണിയുക, നിന്റെ ആ ദർശനത്തെ ഈ രാത്രി ഒന്ന് പുതുക്കി പണിയുക. നീ കണ്ട ആ വെളിപ്പാടുകളെ, നിന്റെ ആ കാഴ്ചപ്പാടുകളെ ഇന്ന് രാത്രി ദൈവം ഒന്ന് പുതുക്കി പണിയുക. ദൈവത്തിന് ഹിതമുള്ള ഒന്നായി ഒന്ന് മോൾഡ് ചെയ്തെടുക്കാൻ. ഓ ഹല്ലേലൂയ. കേടായ പാത്രത്തിന് നമുക്ക് മൺപാത്രമെന്നോ ഹീനപാത്രമെന്നോ കോപപാത്രമെന്നോ ഒക്കെ പേരിട്ടു. പ്രൈസ് ദി ലോർഡ്. ഒന്നുകൂടി ഞാൻ പറയുന്നു, ഈ കേടായ പാത്രത്തിന് മൺപാത്രമെന്നോ
കോപപാത്രമെന്നോ ഹീനപാത്രമെന്നൊക്കെ പേരിട്ടോ. പക്ഷെ ഇരിക്കുന്നത് കുശവന്റെ കയ്യിലാണെങ്കിൽ കോപപാത്രം മാനപാത്രമാകാൻ പോകുകയാ, ഹീനപാത്രം കരുണാപാത്രമാകാൻ പോകുകയാ. ഇന്ന് രാത്രി ഒരു കൃപ നിന്റെ മേൽ ചൊരിയാൻ പോകുകയാ. കരുണയുടെ വറ്റാത്ത ഒരു ഒഴുക്ക് നിന്റെ കൂടാരത്തിന്മേൽ രാത്രി പകരുകയാ. നിന്നെ ഒരു മാനപാത്രമാക്കി എടുക്കുവാൻ ഈ രാത്രി ദൈവത്തിന് പദ്ധതിയുണ്ട്. ഓ റിബല ബാബ ബാബ ശബ്ദരാധര റൗഷാരമന. ഹല്ലേലൂയ. നിങ്ങളെ എഫേസ്യ ലേഖനം 2-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യം ഒന്ന് വേഗം വായിച്ച്, സമയം ഓടിപ്പോകുന്നതുകൊണ്ട്. നാം അവന്റെ കൈപ്പണിയായി സൽപ്രവൃത്തിക്കായിട്ട് ക്രിസ്തുവേശു സൃഷ്ടിക്കപ്പെട്ടവരാകുന്നു. നാം അവന്റെ കൈപ്പണിയായി. ആരുടെ? ഈ കുശവന്റെ കൈപ്പണിയായി സൽപ്രവർത്തികൾക്കായിട്ട് സൃഷ്ടിക്കപ്പെട്ടിരിക്കും. ഇനി ഒരു നിമിഷം ഒന്ന് ശ്രദ്ധിക്കണേ, നമുക്ക് ആ വാക്യം മടക്കണ്ടേ. ഒരു കുടുംബം തകരാൻ ഒരു രോഗി മതി. ഒരാൾക്ക് രോഗം വന്ന, സ്തോത്രം, ഞങ്ങളുടെ അവിടെ 3 വയസ്സുള്ള ഒരു പെൺകുഞ്ഞ്, നല്ല സുന്ദരി കുഞ്ഞ. നമ്മൾ ആര് കണ്ടാലും കയ്യിലെടുത്ത് ഉമ്മ കൊടുക്കും. ആ കുഞ്ഞിന് ലുക്കേമിയ വന്നു. ഇവിടെ RCCയിലായിരുന്നു ചികിത്സ. എൻ്റെ സഭയിൽ നല്ലൊരു തുക സമാഹരിച്ച് അവർക്ക് കൊടുക്കുകയുണ്ടായി. അവർ നമ്മുടെ സഭയിലെ മെമ്പറല്ല, ഇപ്പോഴും അല്ല. എങ്കിലും മനുഷ്യത്വത്തിൻ്റെ പേരിൽ എല്ലാ ദിവസവും ചിലവാകുന്ന ഭാരിച്ച ചിലവ് ഞങ്ങൾ അറിഞ്ഞിട്ട് ഞാൻ സഭയിൽ പറഞ്ഞൊരു കോൺട്രിബ്യൂഷൻ എടുത്ത് നല്ലൊരു മാന്യമായ ക്രമീകരണം ചെയ്യാനിടയായി. സ്തോത്രം. ആ കൊച്ചിനെ ഉള്ള അസുഖം, അപ്പനൊരു ഡ്രൈവറാണ്, അവന് ഹോസ്പിറ്റലിൽ നിൽക്കാൻ തുടങ്ങി. അമ്മ ഒരു ഹോസ്പിറ്റലിലെ GNM, അവള് ജോലിക്ക് പോകാതായി. വല്യപ്പനും വല്യമ്മയും ജോലിക്ക് പോകാതായി. ആർക്കേ അസുഖമുള്ളൂ? ഒരു കൊച്ചിന്. പക്ഷെ ഇവർ 4 പേരും കൊണ്ട് ഇവിടെ വന്നും വെച്ച് ഞാനിവിടെ റെക്കമെൻഡ് ചെയ്ത് ഒരു ചർച്ചിനോട് ചേർന്നുള്ള ചർച്ച് കോഡിൻ്റെ അവിടെ താമസിപ്പിച്ചു. സ്തോത്രം. വീട് പൂട്ടപ്പെട്ടു. വളർത്തുന്ന പട്ടിയെ അയലോകത്തേക്കാരെ വളർത്താൻ തുടങ്ങി. വളർത്തിയ പശുവിനെ ഒരുത്തം കൊണ്ടുപോയി. സ്തോത്രം. അപ്പം വീട്ടിൽ ഒരാൾ രോഗിയായാൽ അതിനെ ചുറ്റിപ്പറ്റി ബാക്കി എല്ലാവരും ബന്ധിക്കപ്പെടുക. മനസ്സിലാകുന്നുണ്ടോ? കഴുതയെ മാത്രം കെട്ടിയാൽ മതി, കഴുതക്കുട്ടിയെ കെട്ടുമൊന്നും വേണ്ട. അതാ കഴുതയെ ചുറ്റിപ്പറ്റി നിന്നോളും. അങ്ങനല്ലേ? പ്രൈസ് ദി ലോർഡ്. അപ്പം അങ്ങനെയാണ് തന്ത്രശാലിയായ പിശാച് കുടുംബത്തിൽ ഒന്നിനെ വശീകരിച്ചാൽ, ഒന്നിനെ തകർത്താൽ, അതുമൂലം കുടുംബം മൊത്തം പ്രശ്നത്തിലാകുക. ഇന്ന് രാത്രി ഈ കുശവൻ വന്നേക്കുന്നത് ഒരാളെ വിടുവിക്കാനല്ല, അതുമൂലം ചുറ്റിപ്പറ്റി ബന്ധിച്ച് നിൽക്കുന്ന സകലത്തെയും വിടുവിക്കാൻ. മനസ്സിലാകുന്നവർ നന്നായി ദൈവത്തെ ആരാധിക്കണം. ഒന്ന് മൂലം ബാക്കി എല്ലാത്തിനെയും കുരുക്കിയിട്ടേക്കുക. ഇന്ന് രാത്രി ചില കുടുംബങ്ങളുടെ കുരുക്കഴിയുന്ന രാത്രിയാ, ചില തലമുറയുടെ കുരുക്കഴിയുന്ന രാത്രിയാ. നിന്നെ കയറില്ലാതെ കെട്ടിയിട്ടിരിക്കുന്ന ചില അമിക്കയറുകളെ ഈ രാത്രി സ്വർഗം അഴിക്കുകയാ. ഓ ഹല്ലേലൂയ. ഞാൻ ഈ ദൂത് പറയുമ്പോൾ ചില ഭവനങ്ങൾക്കകത്ത് ദൈവത്തിന്റെ പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ചില തലമുറകളിൽ ദൈവത്തിന്റെ പണി നടന്നുകൊണ്ടിരിക്കുക. നിന്റെ ഭവനം ഒരു വിലാപ ഭവനമായി മാറാതെ, ഒരു കല്ലിയ കുലക്കളമായി മാറാതെ, ഒരു കണ്ണുനീർ താഴ്വരയായി മാറാതെ, ചില കുടുംബങ്ങളുടെ ഉള്ളറകളിൽ ഇന്ന് രാത്രി ദൈവത്തിന്റെ കരം ആഴമായി ചലിക്കുകയോ. ഓരാ ബലഗ രഗദ രൗഡബന.
ഹല്ലേലൂയ. ഒരു തലമുറ കാരണം ഈ വീട്ടിലുള്ള അപ്പനും അമ്മയും ഈ ചെറുക്കൻ ശവക്കോട്ടെ കിടന്ന് അലറുമ്പോൾ കഞ്ഞി വെച്ച് കുടിക്കാറുണ്ടോ? ഹലോ, കഞ്ഞി വെച്ചാൽ കഴിക്കാനൊക്കുമോ? അവൻ കഴിക്കാതെ അവിടെ കിടന്ന് അലറുമ്പോൾ ഏതമ്മയാ കഴിക്കുന്നത്? പ്രൈസലോ. എന്നാലും ഉപവാസം പ്രഖ്യാപിക്കുകയൊന്നും വേണ്ട, ഓൾറെഡി ഉപവസിച്ചോളും. ഇപ്പം ഞങ്ങൾ ഒന്നും ഇല്ലാത്തപ്പോൾ ഉപവസിക്കാൻ പറയുന്നത് നാളെ പ്രശ്നം ഉണ്ടായി ഉപവസിക്കാതിരിക്കാനാ. നാളത്തെ ചില കണ്ണുനീര് മാറാനാ ഇന്ന് നീ പ്രാർത്ഥിക്കാൻ പറയുന്നേ. ഇന്ന് നിന്നോട് ദൈവത്തെ ആരാധിക്കാൻ പറയുന്നേ. നീ ദൈവത്തെ ക്രമപ്പെടാൻ പറയുന്നത് നാളുകളിൽ ശത്രു ഒരുക്കുന്ന ചില കെണിയിൽ നിന്ന് നിന്റെ കുടുംബം എന്നേക്കുമായി വിടുവിക്കപ്പെടാനാ. ഓ ഹല്ലേലൂയ. അപ്പൊ ചില പ്രോസസ്സിങ്ങുകൾ ഈ ദൂത് പറയുമ്പോൾ കുശവന്റെ കൈക്കകത്ത് നടന്നുകൊണ്ടിരിക്കുക. പ്രൈസ് ദി ലോർഡ്. ദൈവം പണിയാൻ തുടങ്ങിയാൽ അതിൻ്റെ ആ പരിധി ഒന്നും നമുക്ക് നിശ്ചയിക്കാൻ ഒക്കത്തില്ല കേട്ടോ. മോശ ഒരു കൊലപാതകനാ, നമ്മുടെ ഭാഷയെ പറഞ്ഞു. ഒരു വിഷയത്തിൽ ഇടപെടാൻ പോയതാ, വഴക്കുണ്ടാക്കാൻ പോയതൊന്നുമല്ല. അടി ഉണ്ടാക്കാതിരിക്കാൻ പറഞ്ഞതാ. നാട്ടുമര്യാദ അനുസരിച്ച് തമ്മിൽ വഴക്കുണ്ടാക്കാതിരിക്കാൻ പറഞ്ഞ. അപ്പോൾ അവൻ ചോദിച്ചു, നീ ആരോടാ മധ്യസ്ഥയാണെങ്കിൽ? അവൻ ദേഷ്യം വന്ന് പുള്ളി ഒരു അടിയും വെച്ചോളൂ. അത് ചാകാനൊന്നും അടിച്ചാൽ പതിയിരുന്ന് കൊലപാതകം നടത്തിയൊന്നും അല്ല, അബദ്ധത്തിൽ പറ്റിപ്പോയതാ. നല്ല മർമ്മം അറിയാവുന്ന പുള്ളിയല്ലേ, രാജകീയ അഭ്യാസം പഠിച്ച ആളല്ലേ. പുള്ളി ഒരു അടി കൊടുത്ത് ഇവൻ ചത്തുപോയി. ചത്തു കഴിഞ്ഞാൽ പിന്നെ ചെയ്യാൻ തിക്കും പക്കും നോക്കി ആരും കണ്ടില്ല, പുള്ളി കുഴിച്ചിട്ട് വെച്ച് പോയി. സ്തോത്രം. പിറ്റേ ദിവസം വേറൊരു വിഷയം. ഇന്നലെ ഒന്നിനകത്ത് ഇടപെട്ടത് കൊണ്ട് ഇന്ന് പിന്നെയും പുതിയ വിഷയം ഉണ്ടായി. ഇന്ന് ഇടപെടാന്ന് പറഞ്ഞു, വേണ്ട വേണ്ട, നീ ഇന്നലെ ചെയ്ത പരിപാടി ഞങ്ങളെല്ലാം കണ്ടെന്ന് പറഞ്ഞു. നാട്ടുകാരറിഞ്ഞെന്ന് കണ്ടപ്പോൾ പുള്ളി മുങ്ങി വിടും. സ്തോത്രം. 40 വർഷം വെളിച്ചം കണ്ടിട്ടില്ല. ആരുടെയോ ആട്ടുംപൂട്ടി പോയി ആടിനെ വളർത്തിക്കൊണ്ട് നിൽക്കുക. ഹലോ, ഏതോ മരുഭൂമിയിൽ ആടിനെ തീറ്റി നടക്കുക. പക്ഷെ ദൈവം അവനെ പണിതില്ലേ? കുശവന്റെ കയ്യിൽ അവനെ കിട്ടിയപ്പോൾ ഏതാണ്ട് ഒരു 30 ലക്ഷം പേര് നടത്തുന്ന ഒരിടയനായി, ഒരു വീണ്ടെടുപ്പുകാരനായി ദൈവം അവനെ മാറ്റിയില്ലേ? കുശവൻ പണിയാൻ തുടങ്ങിയാൽ, ഓ ഞാൻ ദൈവത്തെ സ്തുതിക്കുക, ലോകം എഴുതി തള്ളിയതിനെ കുശവൻ പണിയാൻ തുടങ്ങിയാൽ, ഓ ഹല്ലേലൂയ. ഹല്ലേലൂയ. ഈ മഗ്ദലനെ കാര്യത്തിൽ മറിയ എന്ന സഹോദരി ഇന്ന് രാത്രി നമ്മുടെ ഈ സഭയിൽ മെമ്പർഷിപ്പ് എടുക്കാനായിട്ട് വരികയാണ്. ഫെയ്ത്ത് ലൈവ് ഫെസ്റ്റ് സഭയിലേക്ക് മെമ്പർഷിപ്പ് എടുക്കാൻ വരിക. നിങ്ങളെല്ലാം കൂടെ സമ്മതിക്കുമോ മെമ്പർഷിപ്പ് കൊടുക്കാൻ? കൊടുക്കുമോ പാസ്റ്റർ? ഒരു 10 വട്ടം ആലോചിക്കത്തില്ലേ? അങ്ങനെ മിണ്ടുന്നില്ല. പ്രൈസ് ദി ലോർഡ്. പക്ഷെ അവളെ കർത്താവ് പണിതില്ലേ? ഹലോ, തുടക്കത്തിലെ പണി കുഴഞ്ഞു പോയ ഒരു ജീവിതത്തെ കർത്താവിൻ്റെ ഉയർപ്പ് കാണാൻ തൊട്ട്, സ്തോത്രം പറയണം, കോടിക്കണക്കിന് സ്ത്രീകളുള്ള പട്ടണത്തിൽ കർത്താവിൻ്റെ ഉയർപ്പ് കാണാൻ ഭാഗ്യവക. മനസ്സിലാകുന്നുണ്ടോ? യേശുവിൻ്റെ ഉയർപ്പിൻ്റെ ആദ്യത്തെ സന്ദേശം ചെന്ന് സഹോദരന്മാരോട് പറയാൻ ഭാഗ്യവക. സുവിശേഷമാദി പറയുന്ന അവളാ, യേശു ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. ഈ രാത്രി കർത്താവ് പണിയാൻ തുടങ്ങിയാൽ ആർക്കും വേണ്ടാത്ത പാഴിനെ പണിയുന്ന ഒരു യേശു ഇന്ന് രാത്രി ഇവിടെ ഉണ്ടെന്ന് വിശ്വസിക്കുന്നവര് ഹല്ലേലൂയ. ഓ ഹല്ലേലൂയ. ഈ പത്രോസിന്റെ വാക്കുകൾ എന്നൊക്കെ പറഞ്ഞാല്, നിനക്ക് വേണ്ടി മരിക്കേണ്ടി വന്നാലും ഞാൻ കൂടെ കാണും, ഈ 11 അവന്മാരും കൂടെ വിട്ടേച്ചു പോയാലും ഞാൻ പോത്തില്ല, ഏറ്റവും അവസാനം വരെ ഞാൻ കൂടെ കാണുമെന്നൊക്കെ പറഞ്ഞ ഒരാളാണ് ആര്?
പറഞ്ഞേ. പത്രോസ് 5 കാശിന് ആ വാക്കിന് വിലയില്ല. കാരണം ആ പുള്ളിക്കാരനാണ് 3 പ്രാവശ്യം എന്ത് ചെയ്തേ? തള്ളിപ്പറഞ്ഞു. എന്നിട്ട് കൂട്ടത്തിൽ ഉണ്ടായിരുന്ന കൊള്ളാവുന്ന 5-6 വിളിച്ചോടങ്ങ് പോവുകയും ചെയ്തു മീൻ പിടിക്കാനായിട്ട്. ഹലോ, ഇപ്പം വാക്കിന് വിലയില്ലാത്തവനെ കർത്താവ് പണിതപ്പോൾ നിഴലിന് വരെ വിലയായി. ഹലോ, ഒന്നുകൂടെ ഞാൻ പറയുന്നു, സ്വന്തം വാക്കിന് വിലയില്ലാത്ത പത്രോസ് എന്ന ഉപദേശിയുടെ നിഴലിന് വിലയാക്കി. ഇപ്പം നാട്ടുകാരെല്ലാം പത്രോസ് നടന്നു പോകുമ്പോൾ റോട്ടിൽ കൊണ്ട് ആളിനെ കടത്തുക, പുള്ളിയുടെ ഷാഡോ ഒന്ന് അടിക്കാൻ. മനസ്സിലാകുന്നുണ്ടോ? കുശവന്റെ കയ്യിൽ പണി തുടങ്ങിയാൽ ഏത് ഉടഞ്ഞതിനെയും ഏത് തകർന്നതിനെയും അവൻ റീമോൾഡ് ചെയ്ത് രണ്ടാമത് പണിയാൻ തുടങ്ങിയാൽ അവന്റെ നിഴലിന് പോലും വിലയുണ്ടാക്കി മാനിക്കുന്ന ഒരു വലിയ ദൈവം ഇന്ന് രാത്രി ഇവിടെ ഉണ്ട്. അതുകൊണ്ടാണ് ഈ പുസ്തകം പറഞ്ഞ ചതഞ്ഞ ഓട ഒടിക്കാത്തവൻ, പുകയുന്ന തിരിയെ കെടുത്താത്തവൻ. ചേർന്ന് പറയുമോ? ചതഞ്ഞ ഓട ഒടിക്കാത്തവൻ, പുകയുന്ന തിരിയെ കെടുത്താത്തവൻ. ഇന്ന് രാത്രി നിന്നെ ഒന്നുകൂടെ പണിയാൻ ആഗ്രഹിക്കുകയാ. ദൈവത്തിന് ഈ കാലഘട്ടത്തിൽ ഉപയോഗിക്കാൻ കൊള്ളാവുന്ന ഒരു മാനപാത്രമാകേണ്ടതിന് ഇന്ന് രാത്രി ദൈവം നിന്നെ പിന്നെ പണിയാൻ പോകുകയാ. ഓ റിബല ബല 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 ബസ്. ഈ കുശവന്റെ ഹൃദയത്തിലെ പ്ലാൻ മുഴുവൻ ഈ കയ്യിരിക്കുന്ന മണ്ണിന്റെ മേലാ. ഒന്നുകൂടെ ഞാൻ പറയുന്നു, ഈ ചക്രത്തെ ഇരുന്ന് കറങ്ങി പണിയുന്ന ഈ കുശവന്റെ മനസ്സിലെ പ്ലാൻ മുഴുവൻ ആരുടെ മേലാ? ഈ കൈക്കകത്തുള്ള മണ്ണിന്റെ മേലാ. അങ്ങനെയാണ് ഇന്ന് രാത്രി ഞാൻ പ്രസംഗിച്ചു പോയാലും മണ്ണിന്റെ മേൽ ദൃഷ്ടി വെച്ച് ഒരു പ്ലാൻ അവനെ കൂടെ പൂർത്തീകരിക്കാൻ സദാസമയം ചലിക്കുന്ന ഒരു കരം. ഹല്ലേലൂയ. ഉടഞ്ഞാലും പുതുക്കി പണിയുന്ന, തകർന്നാലും വീണ്ടും പണിയുന്ന, തള്ളിക്കളയാത്ത ഒരു കരം ഈ രാത്രി നിന്റെ മീതെ ചലിച്ചുകൊണ്ടിരിക്കുകയാ. വിശ്വസിക്കുന്നവർ മാത്രമേ ഈ രാത്രി ദൈവത്തെ ആരാധിക്കണം. ഒരിക്കലും കൈവിടാത്തൊരു കരം, ഒരിക്കലും തള്ളിക്കളയാത്തൊരു കരം, ഒരിക്കലും ഉപേക്ഷിക്കാത്തൊരു കരം ഈ രാത്രി മണ്ണിനെ പണിയുകയാ. നിന്റെ തലമുറ ദൈവത്താൽ ഉപയോഗിക്കപ്പെടും എന്ന് വിശ്വസിക്കുന്ന എത്ര മാതാപിതാക്കൾ ഇവിടെ ഉണ്ട്? ഈ വല്ലാത്ത തലമുറയിൽ ഈ ദുഷ്ടതയും ചതിവും വഞ്ചനയും കൊലപാതകവും മ്ലേച്ഛതയും നിറഞ്ഞ ഈ തലമുറയുടെ നടുവിൽ എൻ്റെ തലമുറയെ ദൈവം പണിയും. അവൻ്റെ ഹിതപ്രകാരം അവൻ പണിയും. ദൈവകരങ്ങൾ എൻ്റെ തലമുറ മാനിക്കപ്പെടും എന്ന് വിശ്വസിക്കുന്ന മാതാപിതാക്കൾ ഇവിടെ ഉണ്ടെങ്കിൽ അവർ ഈ രാത്രി ദൈവത്തെ പരമാർത്ഥതയോടെ ഒന്ന് സ്തുതിച്ചാരാധിക്കണം. ദൈവം ഈ ദൂത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എഴുതി തള്ളിയ ചിലതിനെ ഇന്ന് രാത്രി ദൈവം പണിയുകയാ. ആർക്കും തകർക്കാൻ കഴിയാത്ത നിലയിൽ ദൈവത്തിന്റെ ഒരു വലിയ പണി. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഇവിടെയാണ് യേശുവിന്റെ സ്നേഹം നമ്മൾ അറിയേണ്ടത്. പ്രൈസ് ദി ലോർഡ്. ലോകത്തിൽ മറ്റാരുമാണെങ്കിൽ ഈ പത്രോസിന്റെ പുറകെ മീൻ മറച്ചു കൊടുക്കാനൊന്നും പോത്തില്ല. നല്ല കൊച്ചു വെളുപ്പാൻ കാലത്ത് തിബരിയാസ് കടലിൽ നല്ല ശീതക്കാറ്റ് അടിച്ചുകൊണ്ടിരിക്കുക. ജനം തണുത്ത് വിറയ്ക്കുന്ന ആ സമയത്ത് ഉയർത്തെഴുന്നേറ്റ് മണിക്കൂറുകളാകുന്നേ ഉള്ളൂ. ആ ചോര പൊടിക്കുന്ന ആണിയടിച്ച പാടുള്ള കൈയുമായി ഈ കടലിൻ്റെ കരക്കിരുന്നുകൊണ്ട് മീൻ മറക്കുക. ആര്? ഈ കുശവൻ. എന്തെന്നറിയാമോ? 3.5 വർഷം പണിതിട്ട് പിഴച്ചു പോയൊരു പാത്രമുണ്ട്. ഹലോ, കയ്യിൽ ഇരുന്നിട്ട് തെറ്റി ഉടഞ്ഞു പോയൊരു പാത്രമുണ്ട്. ആ പാത്രം ഇപ്പം നടുക്കടലിൽ കിടക്കുക. ഹല്ലേലൂയ. നടന്ന് വന്ന് കടൽക്കരയിൽ നിന്ന് മീൻ മറത്തുകൊണ്ടിരിക്കുക. നമുക്ക് ചോദിക്കാം, കർത്താവേ, ഈ കൊച്ചു വെളുപ്പം കാലത്ത് ഈ തണുത്ത കാറ്റുമടിച്ച്
കാലെ 2 ആണി അടിച്ച പാടും, കയ്യെ 2 ആണി അടിച്ച പാടും, തലയിൽ മുൾക്കിരീടം വെച്ച പാടും, വിലാപ്പുറം കുത്തിക്കീറിയ പാടും ഒക്കെ ആയിട്ട് ഈ തണുപ്പത്ത് വന്നിരിക്കുന്ന ആർക്കു വേണ്ടിയാ? എൻ്റെ കയ്യിലിരുന്നപ്പോൾ തന്നെ ഉടഞ്ഞു പോയൊരു പാത്രമുണ്ട്. എല്ലാരും പറഞ്ഞ് തള്ളിക്കളഞ്ഞേക്കാൻ, പക്ഷെ ഞാൻ തള്ളിക്കളയുന്നവനല്ല, ഞാൻ അതിനെ ഒന്നുകൂടെ പണിയുന്നവനാ. ഈ രാത്രി ആരോടൊക്കെയോ ശക്തമായി ദൈവത്തിന്റെ ആത്മാവ് ഇടപെടുകയാ. ഉടഞ്ഞു പോയതിനെ തേടി വന്ന് തള്ളിക്കളയാതെ പിന്നെയും പണിയുന്ന വിശ്വസിക്കുന്നവര് മാത്രം ഈ രാത്രി ദൈവത്തെ സ്തുതിച്ച് ആരാധിക്കട്ടെ. ഇന്ന് രാത്രി ചിലതിനെ ദൈവം പണിയുകയാ. നിന്റെ ശുശ്രൂഷയെ, നിന്റെ മിനിസ്ട്രിയെ ഈ രാത്രി സ്വർഗ്ഗം പുതുക്കി പണിയുകയാ. എനിക്ക് ഒത്തിരി ധൃതിയിൽ പോകണമെങ്കിലും ഒരു കാര്യം നിങ്ങളോട് പറഞ്ഞിട്ട് പാവെന്ന് വിചാരിച്ച് ഞാനൊരു 10 മിനിറ്റ് എടുക്കുക. 12 വയസ്സ് എനിക്ക് പ്രായമുള്ളപ്പോൾ CSI മർത്തോമ എല്ലാം ചേർന്നൊരു എക്യൂമെനിക്കൽ കൺവെൻഷൻ ഞങ്ങളുടെ നാട്ടിലെ ഒരു CMS LP സ്കൂളിൻ്റെ മുറ്റത്ത് നടക്കുക. അപ്പോൾ എനിക്ക് 12 വയസ്സേ ഉള്ളൂ. ഞാൻ 7ാം സ്റ്റാൻഡേർഡിൽ പഠിക്കുക. അപ്പോൾ എൻ്റെ അമ്മയുടെ അച്ഛൻ്റെയും കൂടി ഈ യോഗത്തിൽ പങ്കെടുക്കാൻ ഞാനും പോയി. അവിടെ അന്ന് പ്രസംഗിച്ച ദൈവദാസൻ്റെ വചന ശുശ്രൂഷ എന്നെ വളരെ ഹൃദയത്തെ സ്പർശിച്ചു. യേശുവിനെ രക്ഷകനായി സ്വീകരിക്കാൻ മനസ്സുള്ളവരൊക്കെ കൈവക്കാൻ പറഞ്ഞപ്പോൾ അതിൻ്റെ ആഴമൊന്നും അറിഞ്ഞില്ലെങ്കിൽ ഞാനങ്ങ് കൈപൊക്കി. സ്തോത്രം. അങ്ങനെ കൈപൊക്കിയവരെ മുന്നോട്ട് വിളിച്ചതിനകത്ത് ഈ പ്രായത്തിലുള്ളത് ഞാൻ മാത്രമേ ഉള്ളൂ, ബാക്കിയെല്ലാം എന്നെക്കാട്ടി പ്രായമുള്ളവർ. അപ്പോൾ ഈ ദൈവദാസൻ അന്ന് തന്നെ കൈവച്ച് പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ചു. അത് കഴിഞ്ഞ് CSI പള്ളിയിലെ ഭയങ്കര ഒരു ആക്റ്റീവ് ആളായിട്ട് ഞാൻ മാറി. യൂത്ത് ലീഗിലെ കൊയറിലെല്ലാം ഞാൻ വളരെ സജീവമാണ്. കൂട്ടായ്മയ്ക്കൊക്കെ പോകുന്നു. അങ്ങനെ ഇരുന്ന ഒരു കൂട്ടായ്മയിൽ ഞാൻ അഭിഷേകം പ്രാപിച്ചു. CSI പള്ളി വെച്ച് കാത്തിരിപ്പ് യോഗമല്ല, അല്ലാതെ ഞാൻ അഭിഷേകം പ്രാപിച്ചു. ഞാൻ അന്യഭാഷ പറഞ്ഞിട്ടപ്പോൾ എല്ലാവരും എന്നെ നോക്കി എന്തോ പറ്റിയാന്നറിയാൻ. അന്യഭാഷ പറഞ്ഞ് ഞാൻ ആരാധിച്ച് ഞാൻ പ്രവചിച്ച് ദൂത് പറയാൻ തുടങ്ങി. അപ്പോൾ അന്ന് അവിടുത്തെ ഒരു ജോണച്ചനാണ്, അച്ഛനും 1-2 സഹോദരിമാരും പല വീട്ടിൽ എന്നെ കൊണ്ടുപോയി തത്തയെ കൊണ്ടിങ്ങനെ പായി പടപിടിപ്പിക്കുന്ന പോലെ എന്നെ കൊണ്ട് ദൂതൊക്കെ പറയിപ്പിച്ചു. അന്നൊന്നും അതിൻ്റെ കാര്യം എനിക്കറിയത്തില്ല. ഞാൻ പോയിടത്തെല്ലാം പറഞ്ഞു, പക്ഷെ പറഞ്ഞില്ല ശരിയായിരുന്നു. സ്തോത്രം. പക്ഷേ അധികം നാൾ നിന്നില്ല. ഞാൻ ഹൈസ്കൂളിലോട്ട് കയറി. അന്നേരം KSU ആയി, KSE ആയി, SFI ആയി, എല്ലാം കൂടെ സ്കൂളിൽ ഇങ്ങനെ നമ്മുടെ AK ആന്റണി, ഉമ്മൻചാണ്ടി, വയലാർ രവി എല്ലാം KSUവുമായിട്ട് കാലണ സമരമൊക്കെ ആയി രംഗത്ത് വന്ന ഒരു കാലഘട്ടമാണ്. അപ്പം ഞങ്ങളല്ലാതെ ഏറ്റെടുത്ത് ഞാനും KSUക്കാരനായി. കൃപയെല്ലാം പോയി. കൃപ പോയതൊന്നും ഞാനും അറിഞ്ഞില്ല. സ്തോത്രം. ചുരുക്കി പറഞ്ഞാൽ ഞാൻ പിന്നീട് മദ്യപാനിയായി. മദ്യപാനം എന്ന് പറഞ്ഞാൽ 10-24 കേസിൽ പ്രതിയായി. എൻ്റെ പാസ്പോർട്ട് ഈ ഗവൺമെൻറ് തിരിച്ചു മേടിച്ചു. എൻ്റെയൊക്കെ മദ്യപാനം നിർത്താൻ എൻ്റെ അച്ഛനും അമ്മയും സഹോദരന്മാർ 6 പേരും കൂടെ എന്നെ കൊണ്ടുവന്നിടത്തെല്ലാം കൊണ്ടുപോയി. എടത്തുവായിലൊരു പച്ചലാശരി കൊണ്ട് കുത്തിവെപ്പിച്ചു, കോട്ടയം മെഡിക്കൽ സെൻ്ററിൽ കൊണ്ട് കുത്തിവെപ്പിച്ചു, അടിമാലി അച്ഛൻ്റെ കടുക്ക് കൊണ്ട് ആശ്രമത്തിൽ കൊണ്ട് കണ്ണി പൊടിതിരിമിച്ചു, ആഞ്ഞിലിത്താനത്ത് കൃഷ്ണൻ വൈദ്യനെ കൊണ്ടുള്ള മരുന്ന് കഴിപ്പിച്ചു. എൻ്റെ സ്വഭാവമൊന്നും മാറിയില്ല. സ്തോത്രം. പാതി വഴിയിൽ പണി പഠിച്ചു പോയ ഒരാളാണ്. 1-2 വർഷമല്ല, പിന്നുള്ള 12 വർഷം 24 വയസ്സ് വരെ ആർക്കും ഒതുക്കാൻ കഴിയാത്തൊരു മാത്രമായിട്ട് മാറി. പ്രൈസ് ദി ലോർഡ്. പക്ഷെ 24-ാമത്തെ വയസ്സിൽ ഞാൻ കർത്താവിനെ തേടിപ്പോയതൊന്നുമല്ല, കർത്താവിനെ തേടി വന്നു. ഒരു ചെറിയ കൂട്ടത്തിൽ ഞാൻ പോയതാ, ഒരു ദൈവദാസന നിർബന്ധത്തിൽ. അവിടെ ചെന്നിരിക്കുമ്പോൾ എൻ്റെ ഇന്നലകളെ മുഴുവൻ പരിശുദ്ധാത്മാവ് വിവേചിച്ചു. ഞാൻ ആഴമായ പാപബോധമുണ്ടായി. പാപം ഏറ്റുപറഞ്ഞ് രക്ഷിക്കപ്പെട്ട് കരഞ്ഞുകൊണ്ട് രക്ഷിക്കപ്പെട്ടു. ഇന്നത്തെ കൂടി ചിരിച്ചുകൊണ്ടല്ല, കരഞ്ഞുകൊണ്ട് രക്ഷിക്കപ്പെട്ടു. അതുകൊണ്ട് 41 വർഷമായിട്ട് നിൽക്കുന്നേ. രക്ഷിക്കപ്പെടുന്നത് ചിരിച്ചുകൊണ്ടാകല്, വലിയ പാപബോധം ഉണ്ടായിട്ട് കരഞ്ഞുകൊണ്ട് രക്ഷിക്കപ്പെടണം. പ്രൈസ് ദി ലോർഡ്. യോഗം കാണാൻ പോയ ഞാൻ 3 ദിവസം ഇവിടെ താമസിച്ചു.
ഞാൻ ആദ്യമായിട്ട് ജീവിതത്തിൽ 3 ദിവസം ഉപവസിച്ചു. സ്തോത്രം. ഞാൻ സ്നാനപ്പെട്ട് കർത്താവിനോട് ചേർന്നു. ഞാൻ ബൈബിൾ കോളേജിൽ പഠിക്കാൻ പോയി. അവിടെ ചെന്നപ്പോൾ ആ കോളേജിലെ ഏറ്റവും നല്ല സംഭൂജനായിട്ട് ഞാൻ മാറി. സംഭൂജൻ എന്ന് പറഞ്ഞാൽ എല്ലാ വിഷയത്തിലും പൂജ്യം കിട്ടിയ. അപ്പോൾ എനിക്കും ഒരു സംശയം വന്നു, എന്നെ കർത്താവിൻ്റെ വേലയ്ക്ക് തന്നെ വിളിച്ചതാണോ? സ്തോത്രം. അവിടെ 9 മണിയാകുമ്പോൾ ലൈറ്റ് ഓഫ് ചെയ്യും. പിന്നെ ലൈറ്റ് ഇട്ടാൽ ഫൈൻ കൊടുക്കാൻ നമ്മുടെ എന്തെങ്കിലും പൈസ ഇല്ല. അതുകൊണ്ട് ഈ ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ, ഫോർത്ത് ഇയർ എല്ലാം കൂടെ ഒരു റൂമിലാണ് 4 പേര്. അപ്പോൾ ഒരുത്തൻ ലൈറ്റ് ഇട്ടാൽ മറ്റേ 3 പേരും പരാതിപ്പെടും. അതുകൊണ്ട് ലൈറ്റ് ഇടാനൊക്കത്തില്ല. പഠിക്കേണ്ട ചാപ്പലുണ്ട്. ചാപ്പലിൽ പോയിരുന്ന് വേണം എന്ത് ചെയ്യാം? പഠിക്കാം. പ്രാർത്ഥിക്കണമെങ്കിൽ അവിടെ പോയിരുന്ന് പ്രാർത്ഥിക്കാം. അപ്പോൾ ഈ ചാപ്പലിൽ പോയിരുന്നുകൊണ്ട് രാത്രികളിൽ പ്രാർത്ഥിക്കുമ്പോൾ രാത്രി മൊത്തം ഞാനങ്ങ് പ്രാർത്ഥിക്കും. നേരം വെളുത്ത് വന്ന് ക്ലാസ്സിൽ നിന്ന് സുഖമായിട്ട് ഉറങ്ങും. സ്തോത്രം. അപ്പോൾ പഠിപ്പിച്ച എന്നാന്നൊന്നും ഞാനൊട്ട് അറിയത്തില്ല. ഞാൻ പ്രാർത്ഥിക്കുന്നതല്ല, ഒറ്റ വിഷയമേ ഉള്ളൂ, എന്നെ വേലയ്ക്ക് വിളിച്ചാണോ എന്ന് അറിഞ്ഞാൽ മതി. അല്ലാതെ എനിക്ക് പ്രത്യേകിച്ച് മറ്റു കാര്യമൊന്നും സാധിക്കാനില്ല. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചു, ഒരു മറുപടിയില്ല. സ്തോത്രം. ഒരു രാത്രി വളരെ കണ്ണുനീരോടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ കുശവൻ എൻ്റെ റൂമിലിറങ്ങി. എന്നോട് പറഞ്ഞു, നിന്നോട് പദമുണ്ട്, ഞാൻ അല്പബുദ്ധികളെ ജ്ഞാനിയാക്കുന്ന ദൈവമാണ്. ബലവാന്മാരെ ലജ്ജിപ്പിക്കാൻ ബലഹീനമായതിനെ തിരഞ്ഞെടുക്കുന്ന ദൈവമാണ്. ജ്ഞാനികളെ ലജ്ജിപ്പിക്കാൻ പോഷത്വമായതിനെ തിരഞ്ഞെടുത്ത ദൈവമാണ്. ഉള്ളതിനെ ഇല്ലായ്മ ചെയ്യാൻ, ഓ ഹല്ലേലൂയ, ഞാൻ നിന്നെ തിരഞ്ഞെടുത്തിരിക്കുകയാണ്. യെശയ്യാവിൻ്റെ നാവിൽ കനലക്കട്ട വെച്ചതുപോലെ നിന്റെ അധരത്തെ ഞാൻ തൊടുകയാന്ന് പറഞ്ഞു. അന്ന് രാത്രി കർത്താവിൻ്റെ അധരത്തെ തൊട്ടു. പിറ്റേ ദിവസം മുതൽ ഞാൻ ആള് മാറി. ക്ലാസ്സിലെ ഏറ്റവും മിടുക്കനായി മാറി. ഞാൻ ഗ്രാജുവേഷൻ ചെയ്യുമ്പോൾ കോളേജിലെ ഏറ്റവും മിടുക്കനായി മാറി. നിങ്ങൾ സ്വോത്രം പറഞ്ഞില്ല. ഒറ്റ രാത്രി സ്വർഗം ഇറങ്ങി ഇടപെട്ടപ്പോൾ ആ പണിയിൽ എൻ്റെ സ്ഥിതി മുഴുവൻ മാറി. ഇന്ന് രാത്രി കുശവൻ നിന്നെ റീമോൾഡ് ചെയ്താൽ, കുശവൻ നിന്നെ പുതുക്കി പണിതാൽ, ഓ ഇന്ന് രാത്രി വിശ്വസിക്കുന്നവർക്കായി ദൈവത്തെ സ്തുതിക്കുക. എഴുതി തള്ളിയ നിന്നെ പണിയുന്ന ഒരു ദൈവമുണ്ട്. ഒരു നല്ല ഹല്ലേലൂയ പറയണം. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഇന്നലെ രാത്രിയിലും തിരുവനന്തപുരത്തായിരുന്നു. വലിയ ജനക്കൂട്ടമുള്ള മീറ്റിംഗാണ്. ഇന്ന് രാത്രിയിലും തിരുവനന്തപുരത്താണ്. ഈ രാത്രി ചെന്ന് നേരെ കൊച്ചിക്ക് പോവാം. നാളെ നടഞ്ഞ് ബാംഗ്ലൂരിലാണ്. 15-ാം തീയതി കുവൈറ്റിലാണ്. 20-ാം തീയതി തിരിച്ചു വന്നിട്ട് 1-ാം തീയതി UK പോകും. UK പോയിട്ട് 11-ാം തീയതി തിരിച്ചു വന്നിട്ട് 24-ാം തീയതി അമേരിക്കയിൽ പോകും. നിങ്ങൾ മിണ്ടുന്നില്ല. അസൂയാന്ന് എനിക്ക് മനസ്സിലായി. ഇല്ലേ ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ആരെയാന്ന് മനസ്സിലായോ? 12-ാമത്തെ വയസ്സിൽ പണി പിഴച്ചു പോയ, പിന്നത്തെ 12 വർഷങ്ങൾ ആർക്കും പണിയാൻ കഴിയാത്ത, വീടിന് മുഴുവൻ ശാപമായി മാറിയ ഒന്നിനെ ദൈവം 2ാമത് പണിതപ്പോൾ ഇന്ന് രാത്രി ചിലത് 2ാമത് പണിയാൻ പോകുക. എഴുതി തള്ളിയ ചിലതിനെ ദൈവം 2ാമത് പണിയുകയാ. ഏറ്റെടുക്കുന്നവര് മാത്രമേ രാത്രി കർത്താവിനെ ആരാധിക്കട്ടെ. നിന്റെ കുടുംബത്തിൽ ചിലതിനെ ദൈവം ഈ രാത്രി പുതുക്കി പണിയുകയാ. ഓ ശബ്ദര രഗമന വൈഡേ റിവൽക്കനാദര. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. നല്ലൊരു ഹല്ലേലൂയ പറയണം. എൻ്റെ അമ്മയെ വിളിച്ച് ഞാൻ 4 കുപ്പി വിഷം കുടിച്ച് രക്തം ഛർദ്ദിച്ച് 3 മാസം കോട്ടയം മെഡിക്കൽ കോളേജിൽ കിടക്കുമ്പോൾ ചികിത്സിച്ച ഡോക്ടർ എല്ലാം കഴിഞ്ഞ് അവസാനം എൻ്റെ അമ്മയെ വിളിച്ചിട്ട് പറഞ്ഞു, ആണുങ്ങൾ ആരെങ്കിലും കൂടെ നിൽക്കാനുണ്ടോ? ഉടനെ അമ്മ പറഞ്ഞു, എല്ലാവരും അടുത്ത് എല്ലാവരും പോയി, ഇപ്പം ഞാനേ ഉള്ളൂ, എനിക്ക് ഇട്ടിട്ട് പോകാൻ ഒക്കത്തില്ലല്ലോ എന്ന് പറഞ്ഞ് എൻ്റെ അമ്മ വാതുക്കലുണ്ട്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, അമ്മച്ചിയോട് എങ്ങനെ പറയുന്നേ, എന്നാലും വിഷമിക്കരുത്, അറിയിക്കാനുള്ളവരെയൊക്കെ ഒന്ന് അറിയിച്ചോളാൻ പറഞ്ഞു. അപ്പം അമ്മ പറഞ്ഞു, എനിക്കങ്ങനെ വിഷമമൊന്നുമില്ല,
ഞാൻ അറിയിക്കാനുള്ളവനെ അറിയിച്ചേച്ചാ ഇങ്ങോട്ട് കൊണ്ടുവന്ന്. അപ്പം ഡോക്ടർക്ക് തോന്നി അമ്മയുടെ സമനില തെറ്റിയാണ്. അമ്മയുടെ സമനില തെറ്റിയല്ല, അമ്മ അന്ന് CAC-യിലായിരുന്നെങ്കിലും പ്രാർത്ഥിക്കുന്ന അമ്മയായിരുന്നു. നമ്മൾ പെന്തിക്കോസിലായിട്ടും പ്രാർത്ഥിക്കുന്നില്ലല്ലോ. കൈപൊക്കണ്ട, പ്രൈസലോ. പിന്നെ എൻ്റെ അമ്മ CAC-യിലായിരുന്നു, ഭയങ്കര പ്രാർത്ഥനക്കാരിയാണ്. പ്രൈസലോ. അമ്മയ്ക്ക് MBBS-ഉം FRCS-ഉം MD ഒന്നുമില്ല, 7ാം ക്ലാസ് എങ്ങാണ്ടേ ഉള്ളൂ. പക്ഷേ MBBS-കാരോട് പറഞ്ഞത് കേൾക്കണ്ടേ? ഡോക്ടറെ, അറിയിക്കാനുള്ളവനെ അറിയിച്ചാ ഇങ്ങോട്ട് കൊണ്ടുവന്നേ. ഇപ്പൊ പറഞ്ഞത് എനിക്ക് മനസ്സിലായി. ഞാൻ അവന്റെ കണ്ണ് തിരുമ്മി അടയ്ക്കുമെന്നല്ലേ പറഞ്ഞേ? ഇല്ല ഡോക്ടറെ. വളരെ പുച്ഛമായിട്ട് ഈസി ആയിട്ട് ഞാൻ പറഞ്ഞു, ഇല്ല ഡോക്ടറെ, അവൻ എൻ്റെ കണ്ണ് തിരുമ്മി അടയ്ക്കും. എൻ്റെ ദൈവം ആരാന്നറിയാമോ? ഞാൻ സേവിക്കുന്നവൻ ആരാന്നറിയാമോ? ഇന്ന് രാത്രി നിന്റെ ദൈവത്തെ കുറിച്ചൊരു വെളിപ്പാട് നിനക്കുണ്ടെങ്കിൽ നിന്റെ ദൈവം തകർന്നതിനെ പണിയുന്നവന്. പിന്നെ ഈ സിംഹത്തിന്റെ വായിൽ നിന്ന് ആട്ടും കുട്ടിയെ ദാവീദ് പിടിച്ചു പറിച്ച പോലെ എൻ്റെ അമ്മേനെ പിടിച്ചു പറിച്ച, മരണത്തിന്റെ കയ്യിൽ നിന്നും പിശാചിന്റെ കയ്യിൽ നിന്നും പിടിച്ചു പറിച്ചു. അമ്മ ഡോക്ടറോട് പറഞ്ഞു, എൻ്റെ കണ്ണ് അവൻ തിരുമ്മി അടയ്ക്കും. ഇത് 79 പറഞ്ഞതാ. 96 ഞാൻ തിരുമ്മി അടച്ച്. നിങ്ങൾ സ്വതന്ത്രം പറഞ്ഞില്ല. 96 ഞാൻ തിരുമ്മി അടയ്ക്കുമ്പോൾ ഞാൻ പാസ്റ്ററായി. നിങ്ങൾ സ്വതന്ത്രം പറയണം. എൻ്റെ അമ്മയുടെ കണ്ണ് ഞാൻ തിരുമ്മി അടച്ചേ. നിന്റെ തലമുറ ആരാകുമെന്ന് ഡോക്ടറല്ല തീരുമാനിക്കുന്നത്, നിന്റെ തലമുറ ആരാകുമെന്ന് തീരുമാനിക്കുന്ന ദൈവമാ. ഇന്ന് രാത്രി കരയാൻ ഒരു മനസ്സ് നിനക്കുണ്ടെങ്കിൽ തകർന്നതിനെ പണിയുന്ന ഒരു നല്ല കുശവൻ ഇവിടെയുണ്ട്. ഓ റബബ ശംധരാധികബല വൈഡാരബലേ അർത്തുരാധര. ഹല്ലേലൂയ. ചില കെട്ടുകൾ ആഴത്തിലഴിയട്ടെ, ചില പോരുകൾ ആഴത്തിലഴിയട്ടെ. നിന്റെ തലമുറയ്ക്ക് വിരോധമായി പിശാച് കെട്ടി ഉയർത്തിയ ചില കോട്ടകൾ ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ ആഴത്തിൽ അഴിയുകയാ. കരവും ശബ്ദവും ഉയർത്തി കർത്താവിനെ സ്തുതിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. കുശവന് കളിമണ്ണിന്റെ മേൽ അധികാരമുള്ളതുപോലെ എനിക്ക് നിന്റെ മേൽ അധികാരമില്ലയോ? പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി നാം എല്ലാവരും അവന്റെ കൈക്കകത്താണ്. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? അവന്റെ കയ്യിലാണെങ്കിൽ അവൻ നിന്നെ പണിതിരിക്കും. അവൻ നിന്നെ പണിതിരിക്കും. കഴിഞ്ഞ 41 വർഷമായി കർത്താവിനെ നടത്തുക. പ്രൈസ് ദി ലോർഡ്. എൻ്റെ പ്രായത്തിന് ആരും ശുശ്രൂഷ രംഗത്തൊന്നും അധികം പേരില്ല, അല്ലേ? ഉണ്ടോ ചാ? പലരില്ല. എന്നെ ഇപ്പോഴും നിർത്തിയേക്കുക. എൻ്റെ പഠിത്തം കൊണ്ടൊന്നും അല്ല, അന്നത്തെ എൻ്റെ അമ്മയുടെ കരച്ചിലാ. പിന്നെ ഞാൻ ഇരിക്കുന്ന ഈ കുശവൻ്റെ കയ്യിലാണ്. ഓരോ ദിവസവും വെറൈറ്റി പണിതുകൊണ്ടിരിക്കുക, പുതിയത് നിറച്ചുകൊണ്ടിരിക്കുക. ഈ പാത്രം കാലിയാകാൻ അവൻ സമ്മതിച്ചിട്ടില്ല. അന്ന് രാത്രി ആ നാവെ തൊട്ട് അഭിഷേകം ഇന്ന് രാത്രി നിലനിൽക്കുകയാണെങ്കിൽ ആ കരം നിന്നെ തൊടുവാൻ ആഗ്രഹിക്കുക. ആ കരം നിന്നെ തൊടുവാൻ ആഗ്രഹിക്കുക. ആ കരം നിന്റെ തലമുറയെ തൊടുവാൻ ആഗ്രഹിക്കുകയാ. ഈ രാത്രി വിശ്വസിക്കുന്നവർ ചേർന്നൊരു നിമിഷം ഹല്ലേലൂയ. ഓ റബ ശംദര റൗഷസ്. ഓ രക്തത്താലെ ജയം. ഞാൻ അനേക ദൂതുകൾ ഉള്ളത്തിൽ കയറി വരുന്നെങ്കിലും ഞാൻ ഇനി ഒട്ടും സമയം എടുക്കത്തില്ല. മനഃപൂർവ്വമല്ല, സാഹചര്യങ്ങളാണ്. പക്ഷെ ഇന്ന് രാത്രി ഞാൻ വിശ്വസിക്കുന്നു, ജനത്തോട് ദൈവം ഇടപെട്ട് കഴിഞ്ഞു, ജനത്തോട് ദൈവം സംസാരിച്ച് കഴിഞ്ഞു. ഇതൊരു വിടുതലിൻ്റെ രാത്രിയാണ്. ഹല്ലേലൂയ. ഇതൊരു കൺവെൻഷനായി നീ കണക്കാക്കണ്ട. തികച്ചും വ്യത്യസ്തതയാർന്ന ഒരു ദൂത് ദൈവം ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. നിന്റെ കുടുംബത്തെ അവൻ രാത്രി പണിയുകയാണ്. നിന്റെ തലമുറയെ രാത്രി പണിയുകയാണ്. നിന്റെ തകർന്ന മണ്ഡലങ്ങളെ, ചില പുരാതന ശൂന്യതകളെ ഇന്ന് രാത്രി സ്വർഗം പണിയുകയാണ്.
വിശ്വസിക്കുന്നവരെ രണ്ട് കരമൊന്ന് ചേർത്തടിച്ച് അഭിഷേകത്തോടെ ഒരു നിമിഷം ഒരുമിച്ച് ദൈവത്തെ ആരാധിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ